മാം സെറ്റല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് എവറി വൺ. നമ്മളെ യൂണിറ്റ് ടോക്ക് 68 ആണല്ലേ ഇന്ന്. അപ്പോൾ കുറേ പുതിയ പേരുകൾ കാണുന്നുണ്ട്. ജസ്റ്റ് അവർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മൾ 68 ആഴ്ചകളായി എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണി 8:15 സമയത്ത് കണ്ടക്ട് ചെയ്യുന്നൊരു ഫ്രീ സെഷനാണ്. നമ്മളെ ലൈഫിലെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, സ്പിരിച്വാലിറ്റി, റിലേഷൻഷിപ്പ്, അങ്ങനെ ലൈഫിൻ്റെ എല്ലാ ഡയമെൻഷൻസിലും ഒരു ഗ്രോത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാ ടോപ്പിക്കും പറയാനുണ്ട്. കുറേ പുതിയ പേരുകൾ കണ്ട സമയത്ത് പറഞ്ഞതാണ് കേട്ടോ. നേരത്തെ ചെയ്ത റിക്വസ്റ്റ് ഒന്നും കൂടെ ചെയ്യാണ്. യാത്രയിലോ മറ്റു തിരക്കിലോ ഒന്നും അല്ല എങ്കിലും പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. എന്തായാലും നമ്മൾ മൂവിക്കോ അല്ലെങ്കിൽ മറ്റു വേറെ ഒന്നിനും ഒന്ന് റിലാക്സ് ആയിരിക്കാൻ പറ്റുന്ന ടൈം വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. അപ്പം അവിടെ നിന്നുള്ള 100% റിസൾട്ട് നമ്മളെന്ന വ്യക്തിക്ക് കിട്ടാൻ നമ്മൾ 100% ഇവിടെ കൊടുത്ത് ഉറപ്പാക്കണ്ടേ. ആ ടൈമിന് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനും കൂടെയാണ് നമ്മൾ പറ്റുന്ന പോലെ വീഡിയോ മോഡിൽ വരിട്ടോ എന്നൊക്കെ പറയുന്നത്. എന്തായാലും നിങ്ങൾ തിരക്കിലായതുകൊണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ പറയുന്നില്ല. അഫ്സൽ സാറിന് ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരും. ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ക്ലാസ് ആണ്. നിങ്ങളെപ്പോലെ ഒരാളായി കേൾക്കാനിരുന്ന് ആള് ക്ലാസ് എടുക്കാൻ വന്നതാണ്. ആരാന്നില്ല അഫ്സൽ സാർ പറയൂ കേട്ടോ. പിന്നെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ എപ്പോൾ യൂണിറ്റ് ടോക്കിൽ പറയാറുണ്ട്. ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച തിയറിയോ മറ്റന്നാളെ കണ്ടുപിടിക്കാൻ പോകുന്ന തിയറിയോ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലൊന്നും അല്ലാണ്ടിരിക്കാം. നമ്മളെ ചുറ്റുള്ള മനുഷ്യരിന്ന് എല്ലാവരുടെയും നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മളെ പ്രവാചകർ പോലും പറയാറുണ്ട്. ഏതോ ഒരു മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് എന്തിനാണ് എണീറ്റ് നിന്നും ചോദിച്ചോ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകരല്ല ഷാഫിയും. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ആരാണെന്നില്ല. ഒരു മനസ്സിലാക്കി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ ആ ഹൃദയത്തിനെ ബഹുമാനിക്കാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുന്ന വ്യക്തി നമ്മളെപ്പോലുള്ള ഒരാളാണ്, ഏത് സ്റ്റേറ്റിലുള്ള ആളാവട്ടെ. പക്ഷെ പറയുന്ന കണ്ടന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മൾ ഇന്റൻഷൻ എപ്പോഴും പ്യുവർ ആക്കാം. നമ്മളറിയാം സെക്കിം സാറൊക്കെ പറയാറുണ്ടല്ലോ, സെറ്റ് യുവർ ഇന്റൻഷൻ ഫസ്റ്റ്. നിങ്ങളെ നീയത്ത് ഇന്നമൽ ആമാല് ഭിന്നിയാൽ. നമ്മൾ എവിടെ പോകുന്നത് എന്ത് ചെയ്യുന്നതിൻ്റെ ഒക്കെ ബേസിക് അതാണ്. നീയത്ത് ഏറ്റവും നന്നാക്കാന്നില്ല. ഇത് ഞാനല്ല ക്ലാസ് എടുക്കുന്നത്. ഒന്ന് കുറച്ച് ഇൻട്രോ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്താണ് കേട്ടോ. എന്തായാലും അഫ്സൽ സാർ നിങ്ങൾക്ക് അടിപൊളി ഇൻട്രോ തന്നെ നമ്മളെ ക്ലാസ് എടുക്കുന്ന ഗസ്റ്റിനൊക്കെ ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾ എല്ലാവരെയും വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ യൂണിക് ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം അഫ്സൽ സാർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. 68ാമത്തെ ആഴ്ചയാണ് നമ്മൾ യൂണിറ്റ് ടോക്ക് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ സാധാരണ തുടങ്ങും പോലെ തന്നെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ നമ്മളുടെ സെഷനിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഒന്ന് കുറെ അറിയുന്ന പേരുകൾ കാണുന്നുണ്ട്, അറിയാത്ത ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മളെ ക്ലാസ് എടുക്കുന്ന നൗഫ് മാമിനെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനും കൂടെ വേണ്ടിയിട്ട് ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന് ഒന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? നൗഫ് മാം, ഇത് എല്ലാ സെഷനിലും ചോദിക്കാൻ ചോദ്യം കേട്ടോ. ഒന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. ഓക്കെ. ഹയാണ്ട് അല്ലേ? മലപ്പുറം ഫാത്തിമ നിദ, കോഴിക്കോട് ഹബീബ, പാലക്കാട് ജുനൈദമൻ, കാസർഗോഡ് ഫൗസിയ, കണ്ണൂർ ഷിബില, മലപ്പുറം സെലീന. എന്തുവാ ഇത് ആവും? അഫ്സൽ സാർ നിങ്ങൾ മ്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ എന്നെ മ്യൂട്ടാക്കുന്ന ആരോ വെച്ചുണ്ടാക്കുന്നതിന്? ഞാൻ ആക്കിയില്ല, നിങ്ങളായതാ. സോറി, അത് പറഞ്ഞു. ഷിബില മലപ്പുറം, സെലീന മലപ്പുറം, ഫാത്തിമത്ത് സൂറ കാസർഗോഡ്, നസീറ ട്രിവാൻഡ്രം, കറൻലി കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ഷാക്കിർ ഖാൻ ട്രിവാൻഡ്രം, മുബസി കാസർഗോഡ്, സഫ കുമിൽ കോഴിക്കോട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. സർ, ഈ ലിങ്ക് നമുക്ക് ഫാമിലി ഗ്രൂപ്പിലെല്ലാം ആക്കാലോ, ഫ്രീ സെഷൻ്റെ. ഓ, ഇത് പബ്ലിക് സെഷൻ ആണ് മാം. ഇത് ഫ്രീ സെഷൻ ആണ്. ഫോർവേഡ് ചെയ്യാം. ഓക്കെ.
ഓക്കെ, താങ്ക് യു മാം. ദൗലത് മാം കാലിക്കറ്റ്. ഓക്കെ, ഇപ്പം 23 ആൾക്കാരാണ് ഇവിടെ കാണുന്നുള്ളത്. ഞാനും സ്റ്റോറി ഇട്ടിട്ടുണ്ട്, സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാരെ ഇനി ജോയിൻ ചെയ്യും. ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. നമ്മളുടെ 68ാമത്തെ യൂണിക് ടോക്കിലേക്ക് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞാനല്ല സെഷൻ എടുക്കുന്നത്, നമ്മളുടെ സ്വന്തം നോഫ് മാം. നോഫ് മാം നമ്മളുടെ യുണീക്ക് എക്സ് ബാച്ച് 1 സ്റ്റുഡന്റ് ആണ്. പക്ഷെ അതിന്റെ മുന്നേ എനിക്ക് നോഫ് മാമിനെ അറിയാം. ഞങ്ങൾ പരിചയം ഗൈഡഡ് കോഡ് എന്ന പ്രോഗ്രാം ത്രൂ ഞങ്ങൾ ഓൾറെഡി പരിചയം ഉണ്ടായിരുന്നു. മാം ഓൾറെഡി ട്രെയിനർ ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മളുടെ ഈ യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ വീഡിയോ കണ്ട സമയത്ത് എന്നെ കണക്ട് ചെയ്തിട്ടൊക്കെ ടോപ്പ് വിറ്റാണ്. ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഇത് എനിക്ക് പറ്റിയ പ്രോഗ്രാം എല്ലാം തോന്നുന്നൊക്കെ പറഞ്ഞു ആദ്യമായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇപ്പം റെഡി ആയി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ്. നല്ലൊരു അനുഭവമായിരുന്നു. ഏതായാലും നോഫാം അതിനിടയിലൂടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന അങ്ങനത്തെ കുറച്ച് ലൈഫിൽ കുറച്ച് സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള എന്താ ഒരു പോരാളിയാണ്. അപ്പം ആ പോരാളിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഷീസ് എ മൈൻഡ് കോച്ച്, നോഫ് മാം. അപ്പം ഇൻവൈറ്റിംഗ് നുമാൻ ടു ദി സെഷൻ. താങ്ക് യു മാം ഫോർ ജോയിനിങ്. പ്ലീസ് പ്രൊസീഡ്. താങ്ക് യു അഫ്സൽ സാർ. എന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മാജിദ് സാറും മിസ്നെയൊക്കെ പറഞ്ഞ പോലെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ തുടങ്ങാണ്. ആദ്യം തന്നെ ഇങ്ങനെ ചാൻസ് തന്നതിന് അഫ്സൽ സാറിനും ടീമിനും നന്ദി പറയുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ നോഫ്, സാർ പറഞ്ഞ പോലെ യുണീക്നെസ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഗെറ്റ് ദിസ് ചാൻസ്. ഓക്കെ, വോയിസ് ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എംബ്രേസ് യുവർ സോൾ എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിനെ, സോളിനെ അറിയാന്നുള്ളതാണ്. അതിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് നമ്മൾ മൈൻഡിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വളരെ വൈഡായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സോൾ? നിങ്ങൾ എല്ലാവരും സോൾ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അറിഞ്ഞ സോൾ എന്താണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? സോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ അറിഞ്ഞെടുത്തോളം അറിഞ്ഞു വെച്ച സോൾ എന്താണ്? എനിവൺ? ആത്മാവ്, അവർ തോട്ട്സ്, എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ഓക്കെ, ആക്ച്വൽ അസ്. ഓക്കെ, ഇന്നർ സെൽഫ്, നമ്മൾ തന്നെ. ഓക്കെ, ഇപ്പൊ പലരും ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം റെസ്പോണ്ട് ചെയ്യുന്നതിന്. ഓക്കെ, ഇതിൽ പലരും പറഞ്ഞ പോലെ തന്നെ സോൾ എന്ന് പറഞ്ഞാല് ട്രൂ സെൽഫാണ്. നമ്മൾ എന്താണോ, നമ്മുടെ കോർ എന്താണോ, അത് തന്നെയാണ് സെൽഫ് എന്ന് പറയുന്നത്. റിയൽ നമ്മൾ, ദ പ്യുവർ എസെൻസ്. ആത്മാവെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ സ്ത്രീകളൊക്കെ ഗർഭിണികളായിരിക്കുമ്പോൾ പറയാറുണ്ട് 4-ാം മാസം റൂഹ് കയറിയും, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഗർഭസ്ഥ ശിശുവിന് ജീവൻ കിട്ടി എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ സൃഷ്ടാവ് ആ ഒരു ജീവൻ കൊടുക്കുന്നതന്നെയാണ് സോൾ, നമ്മുടെ ആ ഒരു ശരീരത്തിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓരോ പല ക്വാളിറ്റീസും ഉണ്ട്. ഹലോ ഗായ്സ്, ചെറിയ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ശരിയായി തരാം. സ്പാനർ എടുക്കാൻ പോയതാണ്. ഹലോ, വന്നു. ഓക്കെ, പറഞ്ഞോളൂ. പോലെ മ്യൂട്ടാണ്. ഹലോ, ഇപ്പൊ കേക്കണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. നമ്മൾ
സോളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമ്മുടെ എല്ലാം ജീവന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള എസെൻസ് ആണ് സോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോന്ന് അറിയില്ല. നമ്മൾ ഗർഭസ്ഥ ശിശുവിന് ജീവൻ ലഭിക്കുന്നത് 4-ാം മാസമാണെന്ന് പറയും. 4 മാസം ആകുമ്പോൾ ജീവൻ ലഭിക്കും, റൂഹ് കിട്ടും എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ആ ഒരു സമയം മുതൽ തന്നെ ഓരോ മനുഷ്യരിലും അല്ലെങ്കിൽ ഓരോ ജീവികളിലും ജീവൻ തുടിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവന്റെ എക്സിസ്റ്റൻസ് ആണ് സോൾ. നമ്മുടെ ജീവൻ എന്താണോ അതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യമാണ് സോൾ എന്ന് പറയുന്നത്. ഓരോ സോളിനും ഓരോ ആത്മാവിനും അതിൻ്റെതായിട്ടുള്ള പല പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്. അത് നമ്മുടെ ക്രിയേറ്റർ ആയിട്ട് പഠിച്ചവനായിട്ട് നമുക്ക് തരുന്നതാണ്. പഠിച്ചവൻ എന്ത് ഗുണമാണോ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ജീവിയും കാണിക്കേണ്ടത്, അതിന്റെ എല്ലാം ഗുണങ്ങളും കൂടി നമുക്ക് നൽകുന്നതാണ് ആ ഒരു സമയത്ത്. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാം അതിൽ നിന്നും മാറിപ്പോവാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയും, ഒരു ഗർഭിണിയായിട്ടുള്ള അമ്മ ചിന്തിക്കുന്ന സമയത്ത് അമ്മയുടെ ചിന്തകൾ കുഞ്ഞിനെ ബാധിക്കാറുണ്ട്, അമ്മയുടെ സറൗണ്ടിങ്സ് ബാധിക്കാറുണ്ട്. അതുപോലെ എങ്ങനെയാണ് അമ്മയോട് ഗർഭിണികളോട് വളരെ സ്നേഹത്തോടെയും നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറയും. കാരണം ആ അമ്മയുടെ ഓരോ ചിന്തകളും ആ കുഞ്ഞിനെ സ്വാധീനിക്കും. ഇനി ആ കുഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാലും ആ കുഞ്ഞിനോട് ഓരോരുത്തരും ഇടപെടുന്ന രീതികൾ ആ കുഞ്ഞിനെ നന്നായിട്ട് സ്വാധീനിക്കും. ആ കുഞ്ഞിന്റെ സോളിനെ സ്വാധീനിക്കും. സൃഷ്ടാവ് ഏറ്റവും പ്യുവറസ്റ്റ് ഫോമില്, സൃഷ്ടാവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹവും കെയറും എല്ലാം ഉൾക്കൊള്ളിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു കുഞ്ഞിന് നമ്മുടെ സറൗണ്ടിങ്സ് മാറുന്നതനുസരിച്ച് കുഞ്ഞിന്റെ പ്രവർത്തികളിലും സ്വഭാവത്തിലും പല മാറ്റങ്ങളും വരും. അതായത് ആ കുഞ്ഞിപ്പോ നല്ലൊരു സപ്പോർട്ടിങ് കെയറിങ് ആയിട്ടുള്ള പാരന്റ്സിന്റെ ഇടയിലേക്കാണ് കുഞ്ഞ് ജനിച്ചു വീഴുന്നത് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞും അതേ കാര്യങ്ങൾ തന്നെ, ആ ക്വാളിറ്റീസ് തന്നെ എക്സിബിറ്റ് ചെയ്യും. പക്ഷെ അതേസമയം ആ കുഞ്ഞ് കുറച്ച് അരഗന്റ് ആയിട്ടുള്ള ഫാമിലിയിലാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൽ ആ സവിശേഷതകളും കാണപ്പെടും. അതായത് അതിന്റെ പ്യുവർ ഫോം എന്താണോ അതിൽ നിന്നും ആ കുഞ്ഞ് മാറി വരും, അതിന്റെ സോള് മാറി വരും. അപ്പൊ നമ്മളെല്ലാം തന്നെ പല രീതിയിലുള്ള സ്വഭാവം എക്സിബിറ്റ് ചെയ്യുന്നവരാണ് അല്ലെ. ഒരാള് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പേടിയുള്ള പല കാര്യങ്ങളും പേടിക്കുന്നവരായിരിക്കും. ദെൻ അങ്ങനെ പല സ്വഭാവങ്ങളും നമ്മൾ എക്സിബിറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ളതാണ്, നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ്. പക്ഷെ യഥാർത്ഥ നമ്മൾ എന്ന് പറയുന്നത് ഇതല്ല. നമ്മുടെ സൃഷ്ടാവിന്റെ ക്വാളിറ്റികൾ കാണിക്കുന്നതാണ് ഏതൊരു സോളും. അതെപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും വളരെ, നമ്മൾ തന്നെ പറയല്ലോ, ഒരു സ്നേഹം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും ഓരോ സോളും. ദൈവത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റികൾ മാത്രമേ തന്റെ സൃഷ്ടികളിലേക്ക് കൊടുക്കുള്ളൂ. പക്ഷെ നമ്മളെല്ലാം കണ്ടീഷൻഡ് ആയിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ലോജിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പല രീതിയിലും പലതും പഠിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സോളിന്റെ പ്യുവർ ഫോമിനെ മാറ്റിയെടുക്കാറുണ്ട്. അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്താവണം എന്നുള്ളത്. എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ പറയാം കേട്ടോ, എനിക്കിതിലും വലിയ എക്സാമ്പിൾ പറയാനില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ട്രെയിനർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ട്രെയിനർ ആവുക, അതിന് പലരും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മാജിദ് സാർ അടക്കം പലരും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതെന്റെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ? നോഫാം, അതിന്റെ ഇടയിൽ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ചെറുങ്ങനുണ്ട് തോന്നുന്നു. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ആയിരുന്നു, അതിന്റെ ഇടയിൽ ഒന്ന് കട്ടായി പോയി. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. ഓക്കെ, വൈഫൈ ആണ്, പക്ഷെ ഇടയ്ക്ക് കണക്ഷൻ പോകുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ട്രെയിനർ ആവുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് എന്റെ ചുറ്റുപാടൊന്നും എനിക്ക് പലരും ഓരോന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അതാണ് നല്ലതെന്ന് തോന്നും. ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയാണ് എനിക്ക് നല്ലത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ വേറെ വല്ലതുമാണ് ചെയ്യാൻ തോന്നും, ടീച്ചർ ആവുകയാണ് നല്ലത് എന്ന് പറയുമ്പോൾ അത് തോന്നും. ഇപ്പൊ ഞാൻ കറന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് ചെയ്യുമ്പോൾ പോലും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും ബാക്കിയുള്ളവരെ സംബന്ധിച്ച്. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഇനിയും എന്തോ ചെയ്യാനുണ്ട്, ഞാൻ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് വേറെ എന്തോ ചെയ്യാനുണ്ട്.
പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും സോളിനെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ എസെൻസ്, നമ്മുടെ സൃഷ്ടാവ് നമ്മൾ നൽകിയിട്ടുള്ള ആ ഒരു എസെൻസ് എന്താണോ ആ ട്രൂ സെൽഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ട് നമ്മുടെ ക്വാളിറ്റീസ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുക. അവിടെയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും. ഓക്കെ, അല്ലാത്തിടത്തോളം നമുക്ക് ദേഷ്യം, അതുപോലെ ഒന്നിലൊരു തൃപ്തിയില്ലായ്മ, നിരാശ, ഇങ്ങനെ പലതും ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ പലരെയും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെന്ന് കരുതുന്ന പലരും അവരിലേക്ക് നോക്കുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കില്ല. കാരണം അവരുടെ സോൾ പർപ്പസ് ആയിരിക്കില്ല, അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാവില്ല അവർ ചെയ്യുന്നുണ്ടാവുക. ഒരു പക്ഷെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രീഡ്, ആർത്തി എന്ന് പറയും, പലതും എടുക്കണമെന്നുള്ള ആ ഒരു ഗ്രീഡിന്റെ പിന്നാലെ പോയിട്ടൊക്കെ ആയിരിക്കും അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അറ്റ് ദ എൻഡ് അവർക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ആവാൻ പറ്റില്ല. ഇപ്പോ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ മോക്ഷം കിട്ടാന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ സർവമായ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലാസ്റ്റ് മോക്ഷം കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ മരിക്കുമ്പോൾ പോലും നമ്മുടെ ആത്മാവിന് സന്തോഷം കിട്ടുക എന്നുള്ളതാണ്, ആത്മാവ് സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ നമ്മുടെ സോളുമായിട്ട്, നമ്മുടെ ലൈഫ് ജീവിത രീതികളും നമ്മുടെ സോളുമായിട്ട് കണക്ട് ആവുമ്പോഴേ നമുക്കത് ശരിക്കും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിനനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടുകൾക്കോ മറ്റ് എക്സ്റ്റേണൽ പുറത്തുനിന്ന് വരുന്ന പ്രഷറുകൾക്കോ അനുസരിച്ച് നമ്മൾ മാറുമ്പോൾ നമ്മൾ നമ്മുടെ ആ സോളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാണ്. പക്ഷെ ശരിക്കും നമ്മൾ നമ്മളിലേക്ക് കണക്ട് ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നമ്മളെ അറിയുക എന്നുള്ളതാണ് അതിനാദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. നമ്മൾ സെൽഫ് ലവ് ഒക്കെ പറയുന്ന പോലെ തന്നെ സോളുമായിട്ട് കണക്ട് ആവുക, നമ്മളുമായിട്ട് കണക്ട് ആവുക എന്നുള്ളതാണ് നമ്മുടെ സോളിനെ, ആത്മാവിനെ കണ്ടെത്താനുള്ള, നമ്മളെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ മറ്റുള്ളവരോടൊക്കെ പല അഭിപ്രായങ്ങളും ചോദിക്കും അല്ലെ. ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവണമെങ്കിൽ നമ്മൾ പലരോടും ചോദിക്കും, അതാണോ നല്ലത്, ഇതാണോ നല്ലത്, അവിടെ പോണോ ഇവിടെ പോണോ, ഞാൻ എന്താവുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും ബാക്കിയുള്ളവരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കാൻ വിട്ടുപോകാറുണ്ട് അല്ലെ. ശരിക്കും നമുക്ക് സന്തോഷം, ഞാൻ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് പച്ചയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പച്ച ഇട്ടിട്ട് ഞാൻ കണ്ണാടി നോക്കുമ്പോഴാണോ, അത് ബാക്കിയുള്ളവർ പറയാണ് നിനക്ക് ചോപ്പ് ഇടുമ്പോഴാണ് രസം എന്ന് പറഞ്ഞിട്ട് അവർ ഇംപ്രസ് ചെയ്യുമ്പോഴാണോ നമുക്ക് സന്തോഷം കിട്ടുക? മിക്കവാറും നമ്മളൊക്കെ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് അതാണ് അവര് പറഞ്ഞത്, അതാണ് ഭംഗി, അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം, സെൽഫ് ലവ് കൊടുക്കണം, നമ്മുടെ സോളിനെ നമ്മൾ അറിയണം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതൊരു മനുഷ്യൻ എത്ര തന്നെ ഈ ഒരു ലോകത്ത് നേടിയെടുത്തു കഴിഞ്ഞാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനൊന്നും നേടാത്ത പോലെയാണ്, ബിഗ് സീറോ ആയിരിക്കും. നമ്മൾ നമ്മളെ അറിയാം, നമ്മുടെ ക്രിയേറ്ററിനെ അറിയാം. അതിന് വേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഭയങ്കര ഡീപ്പായിട്ട് പോകുന്ന കാര്യമാണ്, സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം നമ്മളെ അറിയാം എന്ന് വെച്ചാല് എന്താണ്, നമ്മുടെ ക്വാളിറ്റീസിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മൾ എന്താണോ, ബാക്കിയുള്ളവരുടെ ഇംപ്രഷന് വേണ്ടിയിട്ടല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ, ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുക. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്താൻ പറ്റും, നമ്മുടെ പ്രയോറിറ്റി എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ഇപ്പൊ ഡീപ്പായിട്ട് മെഡിറ്റേഷനിൽ പോയിട്ടില്ലെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം ഒരു 5 മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അത് മോർണിംഗ് ആയിരിക്കാം, ഈവനിങ് ആയിരിക്കാം, എപ്പോഴാണെങ്കിലും നമ്മുടെ സോളുമായിട്ട്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പുറമേക്ക് പെരുമാറാൻ പറ്റുള്ളൂ. ഇപ്പൊ പുറത്തുള്ളവർ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമുള്ള ആളായിരിക്കും, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും, സങ്കടപ്പെടുന്ന ആളായിരിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു കോർ റീസൺ ഉണ്ടായിരിക്കും. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല, അത് നമ്മൾ നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും ദിവസം നമ്മൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നന്ദി പ്രകടിപ്പിക്കാം. മാജിദ് സാറൊക്കെ എപ്പോഴും പറയുന്ന വാചാലമാകുന്ന ടോപ്പിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നന്ദി ഫീൽ ചെയ്യാൻ എന്താ പറയാ, ചിലത് നമുക്കൊന്നും തോന്നില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്,
പക്ഷെ ഇത് എനിക്കൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷെ സംസാരിക്കാൻ കഴിയാത്ത ഒരാളെ കുറിച്ച് ഇത് അയാളുടെ സ്വപ്നമാണ്, ഒരിക്കലും നടക്കാത്ത സ്വപ്നമായിരിക്കും. അപ്പൊ നമുക്കുള്ള കുഞ്ഞു കാര്യങ്ങളിൽ നന്ദി പറയാം. നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പുറത്ത് എന്ത് കാര്യങ്ങളോ നടന്നോട്ടെ, ബാക്കിയുള്ളവരോട് നമ്മൾ എങ്ങനെയോ നമ്മളോട് ബാക്കിയുള്ളവർ എങ്ങനെയോ പെരുമാറിക്കോട്ടെ, അതൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ എങ്ങനെ നന്ദി പറയണം എന്നുള്ളതും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ നന്ദി പറയാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിയാണ്, എനിക്കിതൊക്കെ ഉണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് വരികയാണ്. ആ തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് നോക്കി നമ്മളുടെ സോളുമായിട്ട് കണക്ട് ആവുകയാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഫോർഗീവ്നെസ്. നമുക്ക് അറ്റ് ദ എൻഡ് നമ്മളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനായിട്ടൊന്നുമില്ല. ഒരാളോടുള്ള ദേഷ്യം, വാശി ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല. നമ്മൾ മാത്രമാണ് പോവുക. അവിടെ നമുക്ക് ഉണ്ടാവുക നമ്മുടെ സോളാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മുടെ ആത്മാവാണ് നമ്മൾ ചെയ്ത പല കാര്യങ്ങൾക്കും ഉത്തരം പറയാനുള്ളത്. അപ്പൊ ആത്മാവിനെ ഏറ്റവും പ്യൂർ ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടു, സപ്പോസ് രാവിലെ എണീച്ചപ്പോ നമ്മള് മക്കളോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരികയോ ചെയ്യും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ദിവസം മൊത്തം നമുക്ക് അത് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മുടെ ആത്മാവ് ഒരിക്കലും സന്തോഷിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് മീൻസ് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സംതിങ് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ വർക്ക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ദേഷ്യം തീർത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ ചെറുതായിട്ട് എന്തെങ്കിലും നടക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരും. കാരണം എന്താണ്, നമ്മുടെ ഉള്ളിൽ ഈ സംഭവം ഉണ്ട്, നമ്മുടെ സോള് ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പെരുമാറാൻ കഴിയില്ല. സോ സോളിനെ പ്യൂർ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഫോർഗീവ്നെസ്, എല്ലാവർക്കും ഫോർഗീവ്നെസ് കൊടുക്കാം, സ്വയം ഫോർഗീവ്നെസ് കൊടുക്കാം, ബാക്കിയുള്ളവരെയും ഫോർഗീവ് ചെയ്ത് കൊടുക്കാം. ആർക്കും നമ്മൾ അനുവദിക്കാത്തിടത്തോളം കാലം ഒരാൾക്കും നമ്മൾ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കാം. ബാക്കിയുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. എല്ലാവർക്കും ഫോർഗീവ്നെസ് കൊടുക്കാം, പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് ഹയസ്റ്റ് ഫോം ഓഫ് ലവ്. സ്നേഹിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമാണ് പുറത്തു കൊടുക്കൽ. ഓക്കെ, നമ്മുടെ സൃഷ്ടാവിന്റെ ഏറ്റവും ഹയസ്റ്റ്, നമ്മുടെ എനർജിയുടെ തന്നെ ഏറ്റവും ഹയർ ലെവൽ എന്ന് പറയുന്നത് ലവ് ആണ്. ആ ഒരു ലവ് സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോർഗീവ്നെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഒരാളോടുള്ള ഒരു ഗ്രഡ്ജ് അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, നമുക്ക് സമാധാനം ഉണ്ടാവില്ല, നമ്മുടെ സോള് ഹാപ്പി ആയിരിക്കില്ല. നമ്മുടെ സോളിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സോ ഫോർഗീവ്, പുറത്തു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് പറയാവുന്നതാണ് ലവ് യുവർ സെൽഫ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമ്മളെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുക, ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. ബാക്കിയുള്ളവരെന്തോ പറഞ്ഞോട്ടെ, എനിക്ക് എന്നെ ഇഷ്ടമാണ്. പലരും നമ്മുടെ പല നെഗറ്റീവ്സും പറഞ്ഞുതരും, അങ്ങനെയാണ്, ഈ രീതിയിലാണ്, അങ്ങനെ പലതും പറയും. ഇത് പറയുമ്പോഴൊക്കെ നമുക്ക് ഇറ്റ്സ് ഓക്കെ, അവര് പറഞ്ഞോട്ടെ, എനിക്കറിയാം ഞാൻ എന്താണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് അവർക്ക് മനസ്സിലാവാത്തതാണ്. ഈ ഒരു രീതിയിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റണം. നമ്മളെ സ്നേഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ജനിപ്പിച്ചവനോട് ഉള്ള അനീതിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സ്നേഹിക്കുക. മറ്റാര് സ്നേഹിച്ചിട്ടില്ലെങ്കിലും, മറ്റാര് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും, ആരില്ലെങ്കിലും എന്നെ സന്തോഷിപ്പിക്കാൻ, എന്നെ സ്നേഹിക്കാൻ ഞാൻ മതി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട്, ഇന്നർ സോളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെൽഫ്, നമ്മുടെ ഇന്നർ സെൽഫ് എന്ന് പറയുമ്പോൾ ആ സോൾ ഹാപ്പി ആയിരിക്കും. നമുക്കതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും നമ്മുടെ സോളിനെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മളോട് ഒരാൾ പറയും നീ അത് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അത് ചെയ്യായിരിക്കും, ഇത് ചെയ്യുന്ന പറയുമ്പോൾ ഇത് ചെയ്യും. അങ്ങനെ പലർക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പലരും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത്, എനിക്ക് എന്താണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പലതിരക്ക് ഒരു ദിവസം ഇരിക്കാൻ ഒഴിവില്ലാതെ നമ്മൾ പലതും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയിട്ട്, പാരന്റ്സിന് വേണ്ടിയിട്ട്. അവരൊക്കെ ചോദിക്കും അവസാനം, നീ ഇപ്പൊ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. അവിടെ തീർന്നതാണെല്ലാം. പക്ഷെ നമ്മൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ ഉള്ളിലത്തെ എന്താണ് ആഗ്രഹം, നമ്മൾ എന്താണ് ഉള്ളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, നേടാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് ചെയ്യാം.
അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ട്രൂ ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റും. അല്ലാത്തടത്തോളം ബാക്കി ആർക്കൊക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും. ഇനി നമ്മൾ ഈവൻ മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ മരിച്ചു കഴിയാന്ന് പറയുന്നത് എന്താണ്? മരിക്കാന്ന് പറയുന്നത് നമ്മുടെ സോള് നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്നതാണ്. നമ്മുടെ ശരീരം മാത്രമേ അവിടെ നശിക്കുന്നുള്ളൂ. ആ സോൾ അപ്പോഴും ഇവിടെ നമ്മുടെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഹയർ ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സോൾ ഒരിക്കലും ഹാപ്പി ആവില്ല. സോ നമ്മളിപ്പോഴും നമ്മളുടെ ഇന്നർ സെൽഫുമായിട്ട് ഏറ്റവും ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. അതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ സൃഷ്ടാവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈവൻ പ്രെയർ ആണെങ്കിൽ പോലും അവിടെ നമ്മൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ സൃഷ്ടാവിലേക്ക് ഡീപ്പായിട്ട് പോവാണ്. ബാക്കി എല്ലാം പുറമേ ഉള്ളതിനെല്ലാം മറന്ന് എന്ത് ടെൻഷൻ ഉണ്ടോ അതവിടെ തവക്കുല് ചെയ്യാണ്, ഫോർഗീവ് ചെയ്യാണ്, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാണ്. ആ ഒരു പ്രെയറിൽ പോലും നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റണം, ആത്മാവിനെ അറിയാൻ പറ്റണം, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം. എല്ലാ ഭാരങ്ങളും ഒഴിവാക്കിയിട്ട് എന്താ പറയാ, ഒരു റിലാക്സ്ഡ് ഫോമിൽ നമുക്ക് ഇരിക്കാൻ കഴിയണം. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ എസെൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു ലോകത്ത് നമുക്ക് തൽക്കാലം നമ്മൾ ലോജിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിക്കുകയാണ്. എനിക്കിന്ന് ഒരു 50,000 രൂപ വേണമെന്ന് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ആ പൈസ നമുക്ക് കിട്ടി, ആ പൈസ കിട്ടി. ഇനി അതുകൊണ്ട് എന്ത്? അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വീട് വാങ്ങാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ആ വീട്ടിൽ സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ? സന്തോഷം നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം കണ്ടെത്തണം. അത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് വേറെ ആർക്കെങ്കിലും വല്ല സഹായങ്ങൾ ചെയ്യുമ്പോഴായിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ലോജിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിച്ചിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അപ്പുറം നമ്മുടെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മുടെ പ്രവാചകനും അതുപോലെ നമ്മുടെ സൃഷ്ടാവൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കാം. നമ്മുടെ മരണശേഷവും നമുക്ക് ഉപകാരപ്പെടുന്നത് എന്താണ്? മറ്റുള്ളവരുടെ പ്രാർത്ഥനകളൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ജീവിക്കാനുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോഴാണ് നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ഒരു ഹാപ്പി എൻഡിങ്, നമ്മുടെ സോൾ ഹാപ്പി ആയിട്ട് ഇരിക്കാം. സോ ഇത്രയാണ് എനിക്ക് സോളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ടാസ്കിലേക്ക് പോവാം. ടാസ്ക് അല്ല, പലരും വീഡിയോ മോഡിലല്ല. അപ്പോ ഫ്രീ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കാം. നമുക്ക് നമ്മുടെ സോളിനെ ഒന്ന് അറിഞ്ഞു നോക്കിയാൽ ഇതുവരെ അറിയാത്ത സോളായിരിക്കും. നമുക്കൊന്ന് കണ്ണടച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, സോ ക്ലോസ് യുവർ ഐസ്. 2 കണ്ണുകളും അടച്ചിട്ട് കൈ ചെസ്റ്റിൽ വയ്ക്കാം. ദെൻ ബ്രീത്ത് ഇൻ. ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. റിലാക്സ്. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മൊത്തമായിട്ട് മനസ്സിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കണ്ണാടിയിലല്ലാതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും കാണാം. കാൽപാദം മുതൽ തലമുടി വരെ മനസ്സിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളെ കാലുകളെ മനസ്സിലേക്ക് കൊണ്ടുവരാം, കാൽപാദങ്ങളെ കൊണ്ടുവരാം. കാൽമുട്ട്, ഹിപ്പ്, അബ്ഡോമൻ, ചെസ്റ്റ്, കൈകൾ, 2 കൈകളും മനസ്സിൽ കാണാം, വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. നെക്ക്, മുഖം, തലമുടി, നമ്മുടെ ശരീരത്തെ മൊത്തം നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഖത്തെ വ്യക്തമായിട്ട് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കാം. നിങ്ങളുടെ മുഖം വ്യക്തമായിട്ട് ഓർത്തെടുക്കാം. കണ്ണാടിയിലല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ആ മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, സോ ഡോണ്ട് സ്ട്രെസ്. മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡോണ്ട് സ്ട്രെസ്, റിലാക്സ്, കാം ആയിട്ടിരിക്കാം. ഓക്കെ, ദെൻ നിങ്ങൾ നിങ്ങളുടെ സോളിനോട് പറയാം, സോൾ എന്നത് ഞാൻ തന്നെയാണ്. പുറമേയുള്ള എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഞാൻ എന്താണോ അതാണ് എൻ്റെ സോൾ. സോ ആ സോളിനോട് പറയാം, ഡിയർ സോൾ, പലപ്പോഴും നിന്നെ ഞാൻ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്.
കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മറ്റവരും പറയുന്നത് കേട്ട് നീ എത്ര പോരാ, അല്ലെങ്കിൽ നിന്റെ പല കഴിവുകളെയും ഞാൻ അംഗീകരിക്കാതെ പോയിട്ടുണ്ട്, തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ഐ എം റിയലി സോറി ഡിയർ സോൾ, റിയലി സോറി. പ്ലീസ് ഫോർഗിവ് മീ, പ്ലീസ് ഫോർഗിവ് മീ. നീ എനിക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. Okay, let's continue. Okay, പൊസിഷനിൽ തന്നെ ഇരിക്കാം. ഞാൻ നിന്നെ തിരിച്ചറിയാതെ പോയതിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. പ്ലീസ് ഫോർഗിവ് മീ. നീ നൽകിയിട്ടുള്ള എല്ലാ കഴിവുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. എല്ലാ കഴിവുകൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. മറ്റു പലർക്കും നിന്നിൽ പല കുറവുകളും കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഞാൻ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ഞാനല്ലാതെ മറ്റാരാണ് നിന്നെ സ്നേഹിക്കുക? I love you so I love you, dear soul. എന്റെ സോളിനെ, നിന്നെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. നിന്നെ തിരിച്ചറിയാതെ പോയതിന് ഐ എം റിയലി സോറി. പ്ലീസ് ഫോർ യു. നിങ്ങളെ സെൽഫിനെ അറിഞ്ഞുകൊണ്ട് ടൈറ്റ് ആയിട്ടൊന്ന് ഹഗ് ചെയ്യാം. ഹഗ് യുവർ സെൽഫ്. നിങ്ങളുടെ ആ ഒരു സോളിനെ ഹഗ് ചെയ്യാം. ഹഗ് ടൈറ്റ്ലി, ടൈറ്റ് ആയിട്ട് ഇരു കൈകൾ കൊണ്ടും ഹഗ് ചെയ്യാം. എംബ്രേസ് യുവർ സോൾ. നൗ യു ആർ എംബ്രേസിംഗ് യുവർ സോൾ. Love you so much. Now you can slowly your eyes. കണ്ണുകൾ പതുക്കെ തുറക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ പറഞ്ഞാൽ ചില ഡിസ്റ്റർബൻസ് വന്നെന്ന് തോന്നുന്നു. എനിവേ, സോ ഹാപ്പി. താങ്ക് യു എവരി വൺ. ഓക്കെ, സോളിനെ കുറിച്ച് വളരെ ചെറുതായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഫീഡ്ബാക്ക് പറയാം. സോ എക്സൈറ്റഡ് ഹിയർ ദാറ്റ്. ഓക്കെ, താങ്ക് യു. മാം, താങ്ക് യു സോ മച്ച്. ചെറിയൊരു സമയം കൊണ്ട് വലിയ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോയ നിങ്ങള്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാ. ഞാൻ പറയുന്നതിന് മുന്നേ ആദ്യം നമ്മളുടെ പാർട്ടിസിപ്പൻസിന് പറയാനുള്ളത് പറയട്ടെ. സ്റ്റുഡൻസ് അല്ല, നമ്മളെ മെന്റേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ, പലരും ഉണ്ട് ഇവിടെ. ഏതായാലും ഓരോരുത്തരുടെയും ഫീഡ്ബാക്കുകൾ കേൾക്കാൻ മാമിന് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. നോഫ് മാം, ചാറ്റ് ബോക്സിൽ കുറെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. നല്ല ഫീഡ്ബാക്ക് ഒക്കെ വരുന്നുണ്ട്. ഐഷ മാം പറയുന്നത് you are so good. മാം, താങ്ക് യു. ഷംന, മാഷാ അല്ലാ. അബിക മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ലൈവില് പറയാണ്ടോ? എന്തെങ്കിലും ഹയ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. ഒരു മിനിറ്റ് കേട്ടോ. ആളെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു കേട്ടോ അത്. ആളെ ഫസ്റ്റത്തെ ക്ലാസ് ആണ്. ഐ മീൻ ഓഫ്ലൈൻ അല്ലേ നോഫ് മാം? ഓൺലൈനായി. സോറി, ഒരു ട്രെയിനിങ് കോച്ച് മീൻ ക്ലാസ് എടുക്കാറുണ്ട്. ഒഫീഷ്യലി ഇല്ല, ഫസ്റ്റ് സെഷൻ ആയിരുന്നു. അതെ, ഒഫീഷ്യലി ഫസ്റ്റ് സെഷൻ ആണ്. അപ്പോൾ എന്താണെങ്കിലും പറയാം, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്.
നെഗറ്റീവ്സ് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. മാം ഫസ്റ്റ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഒഫീഷ്യലി? അതെ അതെ, ഫസ്റ്റ് ആണ്. മാഷാ അല്ലാ. നമ്മുടെ ട്രെയിനിങ് മാഷാ കഴിഞ്ഞതിന് ശേഷം അല്ലാ. ആദ്യമായിട്ടാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാന് 2 തവണയാണ് ഈ ഓൺലൈനായിട്ട് കേട്ടിട്ട് മെഡിറ്റേഷൻ ആയിക്കോട്ടെ ഭയങ്കര ഉള്ളിലേക്ക് എനിക്ക് തട്ടിയിട്ടുള്ളൂ കേട്ടോ, പേഴ്സണലി 2 തവണ. അത് ആദ്യം തസ്നി ബാനു മാം ഒരു തവണ ഇതിൽ വന്ന് സെഷൻ എടുത്ത സമയത്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ രണ്ടാമത്, അന്ന് കുറച്ച് ലോങ് സെഷൻ ആയിരുന്നു മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ട്. ഇപ്പൊ രണ്ടാമത് ഐ തിങ്ക് ഒരു ½ ആവുന്നുള്ളൂ മാം ക്ലാസ് എടുത്തിട്ട്. പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് നെറ്റിന്റെ പ്രോബ്ലം ഒന്നും അറിയുന്ന ചെയ്തിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞ ക്യാമറ ഓൺ ആക്കിയിട്ടായിരുന്നു വീഡിയോ മോഡിലായിരുന്നു. ഞാൻ ഡീപ്പിക്ക് പോയപ്പോ ഞാൻ താനെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കിയിട്ട് ഒറ്റയ്ക്ക് അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാ ക്യാമറ ഓഫ് ആക്കിയത്. കാരണം മാഷാഅല്ലാ അത്ര അടിപൊളിയായിരുന്നു മാമിന്റെ ആ ഒരു ഇത്. 5 മിനിറ്റ് ആണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പൊ ഇവിടെ എപ്പോഴും പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെയും ഫോർഗീവ്നെസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഇവിടെ എന്നും പറയാറുണ്ട്. അഫ്സൽ സാർ ആയിക്കോട്ടെ, മിസ്റ്റൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനെ കുറിച്ചിട്ടൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായി കിട്ടിയത്. അതായത് കറക്റ്റ് ആയിട്ട് എന്തായിട്ട് ചെയ്തതിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീങ് ആവണം. ഇപ്പൊ സോളിനെ എത്രത്തോളം എനിക്ക് സത്യം പറഞ്ഞ ഈ ടോപ്പിക്കിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സോള് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ ടോപ്പിക് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വെറുതെ ഒന്ന് കേറി പോവാ വിചാരിച്ച് വന്ന ആളാണ്. റെക്കോർഡൊക്കെ എഴുതാനുള്ളത് അവിടെ കണ്ട അതാ നിന്നുപോയി. എഴുതിയോണ്ടിരിക്കുന്നുണ്ട് കൂടെ മാമിന്റെ ഇത് കേൾക്കുന്നുണ്ട്. അത്ര രസമുണ്ട്. മാഷാഅല്ലാ അടിപൊളി. ഫസ്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും നെട്ടിട്ടോ. ഞാന് മിസ്സത്ത് അങ്ങനെ പറഞ്ഞപ്പോ എന്തായാലും അടിപൊളിയാണ്. ഞാൻ പറയാം, ഒരു ½ മാമിന് ഇത്രയും വണ്ടർ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഇവൺ ഒരു ഓഫ്ലൈൻ സെഷൻ മാമിന് കിട്ടുകയാണെങ്കിൽ മാം എത്രത്തോളം വണ്ടർ ഉണ്ടാക്കുന്നത് ഇൻഷാ അല്ലാ നമുക്ക് കണ്ടറിയാം. മാമിന്റെ സെഷൻ എന്തെങ്കിലും പറയണ്ട കേട്ടോ. അഫ്സൽ സാർ ഒന്ന് വിടുന്നുണ്ട് ഓഫ്ലൈന്. ഓക്കെ, നമുക്ക് കൂടാൻ പറ്റുന്നതാണെങ്കിൽ കൂടെ ജോയിൻ ചെയ്യാറോ ഇൻഷാ അല്ലാ. മാം എനിക്ക് ഒരു ഡൗട്ട് കൂടി ഉണ്ട് കേട്ടോ. ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ വോയിസ്? കുറെ കാലമായിട്ടുള്ള ഡൗട്ട്, അപ്പൊ ചോദിക്കാൻ പറ്റിയ ഒരാളെ കിട്ടി. അതായത് നമ്മൾ പറയാറില്ലേ ചില ആളുകളെ കാണുമ്പോൾ എനർജി ട്രാൻസ്ഫർ ആവും. അതായത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുമെന്ന് പറയാറില്ലേ? മാം കേൾക്കുന്നുണ്ടോ? മാം നെറ്റ് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ടോ? നിങ്ങള് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. പറയുന്ന കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നോഫ് മാമിന് നെറ്റ് കട്ടായോ എന്നൊരു സംശയം. അത് നല്ലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ചോദിക്കാൻ നിങ്ങൾ കുറെ ചോദിച്ചോളി. നമ്മളെ ചോദിച്ചോളൂ. കൊണ്ട് ആ കൂടുന്നതാണ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇലിയാസ് ഖാനോട് ആരോടോ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാറില്ലേ ചില ആൾക്കാരെ കാണുമ്പോ അവരോട് സംസാരിക്കുമ്പോ ഈ എനർജി ട്രാൻസ്ഫർ ആവുന്നുണ്ടെന്ന്. സാറിന് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഉച്ചക്ക് നടന്നൊരു സംഭവമാണ്. ഞങ്ങൾക്ക് ഇന്ന് NSSന്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങള് ഫ്രണ്ട്സും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ കുറച്ച് ഡീപ്പായിട്ട് എന്താ പറയാ സംസാരിച്ചു പോയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ അവരോട് ഇങ്ങനെ ഞാൻ നോർമൽ ആയിട്ടാ സംസാരിക്കുന്നത്. പക്ഷെ അവര് ഓപ്പോസിറ്റ് നിൽക്കണ കേട്ട ആൾക്കാര് പറയുന്നത്, എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അവര് പറയുന്നത് അവർക്ക് എന്തോ എന്റെ അടുത്ത് നിന്ന് കേട്ടപ്പോ ഭയങ്കര പോസിറ്റീവ് ഫീൽ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ത് സംഭവം എന്നൊക്കെ അറിയില്ല. അപ്പൊ അത് റിയൽ ആണോ? അങ്ങനെ ഉണ്ടോ? അത് എനിക്കൊരു ഡൗട്ടായിട്ട് എപ്പോഴും ഉള്ളതാണ്. അതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആരെങ്കിലും? അല്ല, ഹലോ, അങ്ങനെ ഉണ്ട്. ഹലോ, ഹയ, കേൾക്കുന്നുണ്ടോ? നോഫ് മാം ആ ആണല്ലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് നെറ്റ് കട്ടായി പോയി. ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയാം കേട്ടോ. ആ ഡൗട്ട് എന്ന് പറഞ്ഞത് കേട്ടു, ഒന്ന് ചോദിച്ചോളൂ. ഓക്കെ മാം, അതായത് നമ്മള് ചില ആളുകള് നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജി ട്രാൻസ്ഫർ ആവുന്ന പോലെ ഫീൽ ചെയ്യൂലേ? അതായത് നമ്മുടെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യില്ലേ? അത് റിയൽ ആയിട്ടുള്ളതാണോ? അതായത് അങ്ങനെ അതെ, അതിന്റെ റീസൺ എന്താണ് ബിഹൈൻഡ്? എനിക്ക് അതറിയേണ്ടത്. അത് ഓക്കെ. നമ്മൾ സോളിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ സോൾ ലെവലിൽ പറയുകയാണെങ്കിൽ സോൾ കണക്ഷൻ എന്ന് പറയും. നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യും. ആദ്യമായിട്ട് കാണായിരിക്കും, പക്ഷെ ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. സോൾ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ അതേ വൈബ്രേഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റും ഒരുപോലെ ആയിരിക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ അതേ ഫ്രീക്വൻസിയിൽ ഒരാളെ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യും.
അതായിരിക്കാം അങ്ങനെ തോന്നുന്നത്. താങ്ക് യു സോ മച്ച് ഓക്കെ. മാം, താങ്ക് യു. സോൾ ലെവൽ എന്ന് പറയുന്നത് ഞാൻ പല ഫ്രീക്വൻസികളിലാണ് ഓരോരുത്തരും നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് ഭയങ്കര ഹൈ ലെവലിൽ ഇപ്പൊ മജിദ് സാറിന്റെ കാര്യമായിരിക്കും നമ്മൾ ഗൈഡിന്റെ ഒക്കെ സെക്ഷൻ കേൾക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, നമ്മൾ ആ ഒരു മോഡിലായിരിക്കും. അത് ആളുടെ പ്രസൻസിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, ആൾക്കൊരു എനർജി ഉണ്ട്. ആ എനർജിയിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ലെവലിലേക്ക് പോകും, അത്ര എത്തിയില്ലെങ്കിലും. പക്ഷെ ആ ഒരു പ്രസൻസിൽ നിന്ന് പോകുമ്പോൾ നമുക്കത് കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ നമുക്ക് ഓരോരുത്തരായിട്ട് ഓരോ മനുഷ്യനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത് നമ്മുടെ ലവ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലവ് എന്നൊക്കെ പറയുന്നത് ഹയസ്റ്റ് ഫോം ഓഫ് എനർജിയാണ്. അതുപോലെ ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുന്നത്. യെസ്. ഇപ്പൊ നമ്മൾ ഒരുപാട് കാലമായിട്ട് ശരിയാണ്. കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കാം. അപ്പൊ ആ ഒരു കണക്ഷൻ വൈബ്രേഷൻ സെയിം ആവുമ്പോൾ വി വിൽ ബി ഹാപ്പി. യെസ്. ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ആലിയാസ് പറഞ്ഞോളെ. ഓക്കെ, ഞാനത് വളരെ യാദൃശികമായിട്ടാണ് ഇന്ന് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. തൊട്ട അയലോക്കത്ത് ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വെടിയും പുകയും വച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ഇടയിലൊന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഞാനിങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഏതായാലും ക്ലാസ് ഇങ്ങനെ തുടങ്ങാനായണല്ലോ, അപ്പൊ ഒന്ന് കേൾക്കാന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഞാൻ യാദൃശികമായിട്ട് കയറിയപ്പോ ഞാനിപ്പോ നിലവിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആത്മാവിന്റെ പുസ്തകം എന്നാണ് ഇതിന്റെ പേര്. അതായത് ഇബ്നുൽ ഖയ്യിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതർ എഴുതിയിട്ടുള്ളതാണ്. ഇതാണ് പുസ്തകം. കാണുന്നുണ്ടോന്ന് അറിയൂല, ക്ലിയർ അല്ല, ആയിട്ടാണ് വരുന്നില്ലേ? ബ്ലറാണ് നിങ്ങളെ ഫേസിലേക്ക് വെച്ച് അപ്പൊ ഓക്കെ. യെസ്, ഇബ്നുൽ ഖയ്യിം ആത്മാവിന്റെ പുസ്തകം. ഞാൻ ഇപ്പൊ നിലവിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ യാദൃശികമായിട്ടാണ് ഇന്നിങ്ങനെ റൂഹിനെ കുറിച്ചുള്ള ഒരു ചർച്ച കേൾക്കുന്നതും. അപ്പൊ ഈ ചോദിച്ച ആരാണ്? ഹയ ഫാത്തിമ അല്ലെ? ഒരാണ് ചോദിച്ചെന്ന് തോന്നുന്നു. അതിന്റെ ഒരു മറുപടി ഞാൻ ഇതൊരു ഇസ്ലാമികപരമായിട്ടുള്ള ഒരു മറുപടിയാണ് കേട്ടോ. അതായത് ഒരു മനുഷ്യന്റെ ലൈഫില് കുറെ യാത്രകളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോകം ഉണ്ടായിരുന്നു അത്രേ. ആലമുൽ അർവാഹ് എന്ന് വെച്ചാല് ആത്മാക്കളൊക്കെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം. അവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയ ആളുകളെ ഒക്കെ നമ്മൾ ദുനിയാവിൽ വെച്ചും കണ്ടുമുട്ടുമെന്നാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് നിന്നവരോ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കണ്ടവരോ നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു നമ്മളെ നോക്കി ചിരിച്ചവരോ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടും. അവരെ കാണുന്ന മാത്രയിൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുകയും ചെയ്യുമെന്നാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ മുൻ പരിചയമാണ്, അത് പക്ഷെ ഇവിടെ എത്തുമ്പോഴേ നമുക്ക് കിട്ടുമെന്നാണ്. എന്നുവെച്ചാൽ പതിവായിട്ട് മുമ്പ് ഏതൊരു പഠനം വായിച്ചു കൊടുക്കുന്നുണ്ട്. പതിവായിട്ട് അച്ഛൻ പറയുന്ന വാക്കുകൾ, അതായത് അച്ഛന്റെ വാക്കുകൾ കേട്ട് 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 രണ്ട് പഠനം നടത്തിയതാണ്. ഗർഭിണികളായ സ്ത്രീകള് പഠനം നടത്തി. ഒരു കുട്ടിക്ക് പതിവായിട്ട് ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് പതിവായിട്ട് മറ്റേ ആക്ഷൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള വീഡിയോസ് കാണിച്ചു കൊടുത്തു. മറ്റേ കുട്ടിക്ക് മറ്റേ വളരെ കാമായിട്ടുള്ള ഇംഗ്ലീഷ് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. രണ്ടാളും ജനിച്ചതിന് ശേഷം ഈ ഇംഗ്ലീഷ് പതിവായിട്ട് കേട്ട കുട്ടിക്ക് അത് പെട്ടെന്ന് പഠിക്കാനും മറ്റേ ആൾക്ക് കൂടുതലായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് പെരുമാറാനും തുടങ്ങി എന്നുള്ളത് മുമ്പെന്നോ ഒരു വായിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. അതാണ് ഒരു ഇസ്ലാമികപരമായിട്ടുള്ള ഒരു റീസൺ ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആലിമുൽ അർവാഹിൽ നിന്ന് പിന്നെ അച്ഛന്റെ മുതുകിലേക്കും അമ്മയുടെ വാരിയലുകൾക്കിടയിലേക്കും അവിടെ നിന്ന് അച്ഛനിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു യാത്ര, അവിടെ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു യാത്ര, ഭൂമിയിൽ നിന്നും മനുഷ്യന്റെ കബറിടത്തിലേക്കുള്ള ഒരു യാത്ര, ആ കബറിടത്തിൽ നിന്ന് മശറിലേക്കുള്ള യാത്ര, മശറിൽ നിന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള ഒരു യാത്ര. ഇത്രയും യാത്രകൾ കഴിഞ്ഞു പോകാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വഴിപോക്കനാണ് അല്ലെ? പുൻഫിദ്ദുന്യാക്കാരനൊക്കെ വഴിയാത്രക്കാരനെ പോലെ ആവുക. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പടച്ചവന്റെ അടുത്ത് ചെല്ലുമ്പോഴേ കുറെ തർക്കങ്ങൾ ഉണ്ടാകും. മൃഗങ്ങളാവട്ടെ, ഈ ചെറിയ മൃഗങ്ങളെ മേലെ മറ്റേ വലിയ മൃഗങ്ങൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പരസ്പരം രൂപം മാറ്റപ്പെടുകയും അങ്ങനെ ചെയ്യത്രേ. ഈ സമയത്തൊരു രസകരമായിട്ടുള്ള ഒരു തർക്കം നടക്കാനുണ്ട്. അത് ശരീരവും റൂഹും തമ്മിലാണ്. ആത്മാവും ശരീരവും തമ്മിലൊരു തർക്കം നടക്കും. ഈ തർക്കത്തില് ആത്മാവ് പറയത്രേ, ജഡം പറയത്രേ, പഠിച്ചോരെ എന്റെ മേലെ തെറ്റൊന്നുമില്ല, ഞാൻ വെറും ഒരു വെസല് മാത്രമായിരുന്നു, എന്നില് റൂഹിട്ടത് കൊണ്ടാണല്ലോ ഞാൻ അതുകൊണ്ട് പ്രവർത്തിച്ചത്, അതുകൊണ്ട് എന്റെ ഭാഗത്ത് അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയത്രേ. അപ്പൊ ആത്മാവ് പറയത്രേ, പഠിച്ചോനെ എന്നെ ഈ ജഡത്തിൽ പാർപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാനത് ചെയ്തത്,
അല്ലാതെ എന്നെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനല്ല, ജഡമാണ് കുറ്റക്കാരൻ എന്ന് പറയും അത്രേ. അപ്പം പടച്ചോൻ പറയും എന്താണ് എന്താണ് അതായത് ഇവര് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനല്ല പരസ്പരം തെറ്റുകാർ എന്നാണ്. അതിന് സിമ്പിൾ ആയിട്ട് പടച്ചോൻ കൊടുക്കുന്നതിന് മറുപടിയുണ്ട്. ശരി, ഞാൻ നിങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ പറയാം. ഒരു അന്ധനും ഒരു വികലാംഗനും, അതായത് കാലില്ലാത്തൊരു മനുഷ്യനും ഉണ്ടെന്ന് കരുതുക. ഇവർ രണ്ടുപേരും ഒരു തോട്ടത്തിൽ കയറി. ആ തോട്ടത്തിൽ കയറിയ സമയത്ത് കാലില്ലാത്തയാൾ അന്ധനോട് പറഞ്ഞു, ഇവിടെ ഒരു പഴമുണ്ട്, ആ പഴം എനിക്ക് കാലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അന്ധൻ പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ ചുമലിലേറ്റാം, നീ പറിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചുമലിലേറ്റി ആ പഴം പറിച്ചു. ഇതിൽ ആരാണ് കുറ്റക്കാരൻ എന്ന് ചോദിച്ചപ്പോ രണ്ടുപേരും, അതായത് ജഡവും റൂഹും പറഞ്ഞു അത്രേ, അതിൽ രണ്ടുപേരും കുറ്റക്കാരാണല്ലോ, ഒരാൾ മറ്റൊരാളെ സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പോ പടച്ചോൻ പറയും അത്രേ, നിങ്ങൾക്കെതിരെ തന്നെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കുള്ള മറുപടിയും അതിൽ തന്നെയുണ്ട്. സോ അതിന് രണ്ടുപേരും കുറ്റക്കാരാണ് എന്നുള്ളത് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മള് റൂഹോണ്ട് എന്താണോ, ആത്മാവുകൊണ്ട് മനസ്സുകൊണ്ട് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, അത് നമ്മുടെ ബോഡി ആയിത്തീരും. നമ്മള് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഞാൻ പോരാത്തവനാണ് എന്ന് മനസ്സിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിരന്തരം പോരാത്തവനായിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും ഒരുപാട് തിന്മകളുള്ള ഈ ലോകത്ത് ഞാൻ കുറെയൊക്കെ നന്മകൾ ചെയ്യുന്ന ആളല്ലേ, അത്ര വലിയ തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരാളല്ലേ, പടച്ചോന്റെ അടുത്ത് എനിക്ക് കുറച്ചെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന കാലത്തോളം പടച്ചോന്റെ അടുത്ത് നമുക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ബി പോസിറ്റീവ്. മെന്റലി നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ ഫിസിക്കലി നമ്മൾ പോസിറ്റീവ് ആയിത്തീരും എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു ഇല്യാസ് ഖാൻ. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇല്യാസ് ഖാനോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പാ. ഇല്യാസ് ഖാൻ ഞാനും ഒരുമിച്ച് ട്രെയിനിങ് ചെയ്ത ആളാട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ, എല്ലാ ലെവലിലുള്ള ഉത്തരം കിട്ടിയല്ലോ. അതൊരു മ്യൂച്വൽ റെസ്പെക്ട് ആണ് കേട്ടോ. എങ്ങനെ? അതൊരു മ്യൂച്വൽ റെസ്പെക്ട് ആണെന്ന് അറിയാം, ഒരു കൊടുക്കൽ വാങ്ങലേ. അതെ അതെ, നമുക്ക് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇനി അടുത്ത ക്ലാസ്സിൽ കേൾക്കുമ്പോൾ അവിടുന്ന് പറയാം. യെസ് ഓഫ് കോഴ്സ്. പിന്നെ ഇത് ശരിക്ക് ഇപ്പം ഇന്ന് സംസാരിച്ച സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പൊ ഇന്ന് നോഫ് മാം മെയിൻ ആയിട്ട് സംസാരിച്ചത് സോളിനെ കുറിച്ചായിരുന്നു, ആത്മാവിനെ കുറിച്ചായിരുന്നു. നമ്മള് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മൂന്ന് തലങ്ങളാണ്, പക്ഷെ നാലാക്കി ചിത്രീകരിക്കാം. ദാറ്റ് മീൻസ് ഒന്ന് ബോഡി മൈൻഡ് സോള്, മൂന്ന് പാർട്ടായിട്ട്. പക്ഷെ അതിൽ ബ്രെയിന് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റും ആക്കാം. ദാറ്റ് മീൻസ് ബ്രെയിന്, ബോഡി, തലച്ചോറ്, ശരീരം, ബാക്കിയുള്ള ശരീരം, മനസ്സ്, ആത്മാവ്. ശരിക്കും നമ്മള് സോള് കറക്റ്റ് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാണല്ലോ, ബാക്കിയെല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഫുള്ളി ഏത് സമയവും പോരട്ടെ ആക്ഷൻ എടുക്കാൻ റെഡി ആയിരിക്കും. ദാറ്റ് മീൻസ് നേരത്തെ നോഫ് മാം പറഞ്ഞല്ലോ, സ്നേഹത്തിലായിരിക്കുക എന്നുള്ള സംഭവം. എല്ലാ നിമിഷത്തിലും സ്നേഹത്തിലായിരിക്കും. ആര് ലൈഫിലേക്ക് വന്നാലും ഇങ്ങനത്തെ ആളുകളുടെ ലൈഫിലേക്ക് ആര് കടന്നു വന്നാലും എന്തെങ്കിലും ഒരു അണുമണി തൂക്കം സ്നേഹവും കൊണ്ടേ അവർ പോവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റോറി ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഥകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഈ ചപ്പും ചവറും എടുത്ത് തലയിലിട്ട ആൾക്കാരോടും ഓല അവസാനം ഇതിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുള്ള ഒരു കാലം, പിന്നീട് നല്ലത് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതങ്ങനെ പെട്ടെന്ന് യെസ്, അത് പെട്ടെന്ന് കഴിയൂല. കുറച്ച് ഇതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ വലിയ ആൾക്കാർക്കല്ലേ അത് കഴിയുള്ളൂ. അപ്പൊ അത് ശരിക്കും ഇല്യാസ് ഖാൻ എന്നൊക്കെ പറഞ്ഞാല് ഒരു മദ്രസ അധ്യാപകനും കൂടിയാണ്, ഒരുപാട് സ്ഥിരമായിട്ട് പഠനങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോ ഇങ്ങനത്തെ ആളുകൾ നമ്മളുടെ സെഷനിൽ നമ്മളോടുള്ള ബന്ധത്തിന്റെ മുകളിൽ കയറുന്നതാണ്. എന്നാലും നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനത്തെ ആളുകൾ നമ്മളെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഏതായാലും നോഫ് മാം, നിങ്ങൾ പെട്ടെന്നാണ് നോഫ് മാമിനോട് ഞാൻ ഇന്ന് ഉച്ചക്കാണ് ഞാനിന്ന് വീട്ടിലെത്തൂലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോദിച്ചായിരുന്നു. പക്ഷെ നോഫ് മാം വന്നു, ഒരു കിഡിലോസ്കി ടോപ്പിക്കുമായിട്ട് വന്നു. എല്ലാവർക്കും ഞാനും കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങള് ഒന്ന് ചോദിച്ചല്ലോ, വീട്ടില് ചിലപ്പോ നമ്മളെ കയ്യിൽ കുറെ പൈസയൊക്കെ ഉണ്ടാവും, പക്ഷെ പൈസ ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവും. വീട്ടിൽ കുറെ പൈസ ഉണ്ടാവും, പക്ഷെ മാനസികമായിട്ട് നമ്മളെ ആത്മാവിന് സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്. ചിലപ്പോ അത് ചില ആർക്കെങ്കിലും സഹായിക്കുമ്പോഴായിരിക്കും ആ സന്തോഷം കിട്ടുക. മീൻസ് അതൊക്കെ ശരിക്കും ഭയങ്കര നമ്മളെ കൊണ്ട് ഇപ്പം ഈ ഹൃദയം ടച്ച് ചെയ്തിട്ട് ആ ചെറിയൊരു മെഡിറ്റേഷൻ തന്നതും ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഞെട്ടിച്ചാഞ്ഞു മാഷാ അല്ലാഹ്.
പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പം ഓഫ് സർട്ടിഫൈഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞു തോന്നുന്നു. പക്ഷെ ആളുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടായിരുന്നു ചെയ്യാൻ പറ്റാതെ. പക്ഷെ ഇതൊരു റീസ്റ്റാർട്ട് ആവട്ടെ മാം. ഇനി മുന്നോട്ട് മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ പോട്ടെ. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും പറയാ. അടിപൊളിയായിട്ട് നിങ്ങൾ സെഷൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ സത്യം പറഞ്ഞിരുന്ന വേണോ വേണ്ടേന്ന് ആലോചിച്ച് എനിക്ക് ഞങ്ങൾ ഫസ്റ്റ് കോൾ കണ്ടപ്പോ എനിക്ക് തോന്നി ഇതിനെങ്ങാനും ആണ്. ഞാൻ ആലോചിച്ചത് ശനിയാണോ അപ്പൊ എനിക്ക് പറയാനാണോ. അപ്പൊ ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു അപ്പോ പിന്നെ ഞാൻ ഒന്ന് തിരിച്ചു വിളിച്ച് നോക്കാന്ന്. പിന്നെ അപ്പോ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കും പറയണോ വേണ്ട. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓക്കെ പറഞ്ഞു. പക്ഷെ എന്റെ സോൾ സത്യം ഇപ്പൊ കുറെ ആയിട്ട് ടീച്ചറായിട്ടും ലാംഗ്വേജ് ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നാണ് എന്റെ സോൾ ശരിക്കും ഹാപ്പി ആയത്. എനിക്കെന്നെ ഇത് ക്ലാസ് എടുക്കുമ്പോഴേക്കും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കേട്ടവരെക്കാളും ഇത് കൊടുക്കാൻ പറ്റിയ ഞാനാണ് ഏറ്റവും ലക്കി എന്ന് തോന്നുന്നു എനിക്ക്. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞല്ല, നിങ്ങൾ സത്യം പറഞ്ഞ അരമണിക്കൂറോ 3/4 മണിക്കൂറേ സംസാരിച്ചില്ല. പക്ഷെ സംസാരിച്ച എല്ലാം കാമ്പ് സാധനങ്ങളാണ് വന്നത്. മാഷാഅല്ലാഹ്. ഞാനിങ്ങനെ ആലോചിച്ചു നിങ്ങൾ ശരിക്കും ഒന്നാമത്തെ സെഷൻ തന്നെ ഹയ പറഞ്ഞ പോലെ അത് ഒന്നാമത്തെ സെഷൻ തന്നെ ആണോ എന്ന് ഞാൻ ശരിക്കും ഭയങ്കര ഫ്ലോ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ മറ്റേ ചൊല്ലീനോ? ചെല്ലുന്നു. അതാണ് മാഷാഅല്ലാഹ്. ഇപ്പൊ കുറച്ചുപേര് മിസ്സിനെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ എല്ലാരും ഇപ്പൊ ജോയിൻ ചെയ്യും മാം ഒന്ന് വെയിറ്റ് ചെയ്യട്ടോന്ന്. അപ്പൊ മാജിദ് സാർ എനിക്ക് ഒരു സ്റ്റിക്കർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ചൊല്ലിയാൽ മതി. ഇപ്പൊ ഞാൻ പതുക്കെ ജോയിൻ ചെയ്താൽ മതി. എനിക്ക് കുറച്ചേരം കൂടെ അത് ചൊല്ലണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇരുന്നത്. അതാണ് ആ ഫ്ലോ. കാരണം നിങ്ങൾക്ക് അറിയാൻ അത് ഫിറോന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത്, ഫിറോൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കെട്ട സാധനമാണ്. അപ്പോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥനയാണ്. ബിഷ്ലി സദ്രി വൈസർലി അംറി, നാവിലെ കെട്ടയച്ചു തരാനും നമ്മളുടെ ഹൃദയം വിശാലമാക്കാനും ഹൃദയത്തിന്റെ ആ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ് ആവശ്യം അത് വരട്ടെ എന്നുള്ള സംഭവമാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പം വേറൊരു കാര്യം കൂടി മാം പറഞ്ഞിരുന്നു. നമുക്ക് ചിലപ്പം ഈ സംസാരിക്കുമ്പം ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നിയേക്കില്ല. പക്ഷെ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് ജന്മനാ തന്നെ സംസാരശേഷി ഇല്ലാത്ത മനുഷ്യന്മാരുണ്ട്. അതേപോലെ തന്നെ സംസാരശേഷി ഉണ്ടായിട്ടും സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടും സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിന് കുറച്ചും കൂടെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെ മാസമാണ് നമ്മളുടെ ആത്മാവ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഉണ്ടാവില്ല. 4ാമത്തെ മാസം ആകുമ്പോഴേക്കാണ് നമ്മളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞായിരിക്കുന്ന നമ്മളെ വയറ്റിലേക്ക് നമ്മൾക്ക് ആത്മാവ് കയറുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ അതിന്റെ ഓരോ ഘട്ടങ്ങളും ഇല്യാസ്ക പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കും. ഏതായാലും ബ്രെയിന്, ബോഡി, മൈൻഡ്, സോള് എല്ലാ സമയത്തും ആ സോളിനെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാണല്ലോ മൊത്തത്തിൽ അടിപൊളിയായിരിക്കും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒറ്റൊരു സംഭവമാണ്. സ്നേഹത്തിലായിരിക്കണമെങ്കിൽ ഒരു കാര്യം മൈൻഡിൽ വെച്ചാൽ മതി. മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നതിന് പകരം നമ്മുടെ സൃഷ്ടാവിനെ, പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ നിമിഷത്തിലും കഴിയുന്നിടത്തോളം മാക്സിമം നമ്മൾ അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സമയത്തും ഈ സോൾ കണക്ഷൻ ഭയങ്കര, നമ്മൾ ആ ഒരു ബോഡിയും മൈൻഡും ബ്രെയിനും സോളൊക്കെ നമ്മൾ ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഓരോ സമയത്തും ഇങ്ങനെ മെസ്സേജ് വരും. എല്ലാ സമയത്തും സന്തോഷത്തിലായിരിക്കും. ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. അപ്പൊ ഞാൻ അധികം ഇങ്ങനെ പറയലല്ലല്ലോ ഇപ്പൊ കാര്യം. ഏതായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. സാബിക്ക മാം നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, പോയോ മാം? ഇവിടെ ഉണ്ടോ? എന്തോ ഒരു ഫീഡ്ബാക്ക് പറയാനോ എന്തോന്ന് മാം വന്നിരുന്നോ, പോയോ എന്നറിയാം. ലക്കായിട്ട് തോന്നി എനിക്ക്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഈ സോൾ എന്ന് പറയുന്നത്. അതും ആ മാം പറഞ്ഞത് അത്രയും ഫസ്റ്റ് സെഷനാണ് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. പക്ഷെ ഭയങ്കര ഒരു ഫ്ലോ ഉണ്ട്. നല്ലൊരു എന്താ പറയാ, ആ ഒരു നമുക്ക് കിട്ടാത്ത, നമുക്ക് അറിയാത്ത എന്തൊക്കെയോ ഒരു സംഭവങ്ങള്, കുറെ കാര്യങ്ങള് എന്നാ ഒരു കുറച്ചും കൂടിയും ക്ലാരിറ്റി കിട്ടി. അതുപോലെ തന്നെ അതിന്റെ ശേഷം വന്ന ക്വസ്റ്റ്യൻ ആയാലും അതിന്റെ ശേഷം ഇല്യാസ്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വേൾഡ് ഉണ്ട് അവിടെ അങ്ങനെ സോളുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളിങ്ങനെ, ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നു ഇപ്പൊ 4ാം മാസമാണ് റൂഹ് പടക്കുന്നെങ്കിൽ
അപ്പൊ അതിന്റെ മുന്നേ റൂഹ് എവിടെയാണ് നമ്മൾ ആദ്യം ചിന്തിച്ചാണ്. പിന്നെ എവിടുന്നൊക്കെയോ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട് എന്നൊക്കെ. പക്ഷെ ആ ഒരു ബുക്കിന്റെ പെർട്ടിക്കുലർ പേരും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. ഞാൻ കേറിയത് എന്തായാലും ഭയങ്കര താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഭയങ്കര യൂസ്ഫുൾ ആയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു റാഫിക്ക, ഷാനിക്ക. അഫ്സൽ സർ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എത്ര സമയം എന്റെ വാക്കിനിങ്ങനെ പിടിച്ച് കെട്ടി നിൽക്കുകയാണ്. അഫ്സൽ സർ അടുത്ത് പറയുമ്പോ ഞാൻ പറയും, പക്ഷെ ആ ഫ്ലോ കളയണ്ടല്ലോ എന്ന് കരുതി. മറ്റേ വായിക്ക് എന്തൊരു കഷ്ടപ്പാട് എന്നെ സംബന്ധിച്ചത്. ഓൾറെഡി സൗണ്ട് ഇല്ല, ഈ പറയാനുള്ള വാക്ക് മറ്റേ ഇല്യാസ്കൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ മറ്റേ ഒഴുകാൻ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വെമ്പി നിൽക്കാറില്ലേ വാക്കിട്ട്. ഞാൻ ശരിക്ക് നിങ്ങളെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങള് ഇലിയാസ്ക, നിങ്ങൾ ആലിമുലർ ആലമലർ അറവാഹ് എന്ന് പറഞ്ഞ സമയത്തെ എനിക്ക് പെട്ടെന്ന് മിസ്നന്റെ മുഖം ഓർമ്മ വന്ന്. മിസ്നെ ഞാൻ എഴുന്നോ കണ്ടിണ്ടാവുന്ന എനിക്ക് തോന്നി. അമ്മാതിരി നമ്മളെ ജീവിതത്തില് ഇപ്പം എന്റെ വൈഫ് ഒരു ഭാഗത്തുണ്ട്. ഈ പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ സഹായിച്ച ഒരാൾ. അപ്പൊ ഞാൻ പല മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വരുന്ന ചെറിയ രണ്ടാൾക്കാരാണ് മെയിനായിട്ട് ഇതിൽ റോള് വഹിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയാണ് പഠിച്ചവന്റെ ഓരോ നിമിത്തങ്ങളെ. ഇപ്പോഴും മിസ്സിനെ പറഞ്ഞിട്ടില്ല. മിസ് പറഞ്ഞോളി. എന്റെ വാക്കുകൾക്ക് എവിടേക്കോ വാക്കിലേക്ക്. അല്ല, നല്ല രസമുണ്ടായിരുന്നു ഫ്ലോ. ഞാൻ അഫ്സൽ സാറോട് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിന്റെ കുറച്ച് ഇതിന് പോട്ടെ എന്ന്. ഞാൻ വീഡിയോ ഓഫ് ആക്കി, പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മൾ സ്റ്റെക്ക് ആവാന്ന് പറയില്ലേ. ഞാൻ ഗൈഡിനെ എവിടേക്കോ നോഫ് മാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈഡിന്റെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഹായ പറഞ്ഞാൽ ഒരു ഓറിന്റെ സംഭവം, ഒരു പോസിറ്റീവ് എനർജി പാസ് ആവുന്നില്ലേ, അതൊരു സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയും. നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഭയങ്കര ഓറേ പറയുമല്ലോ. അഫ്സൽ സാർ എപ്പോഴും പറയുന്നുണ്ട്, റിയാസ് ഹക്കീം സാറ് കൂടെയാണെങ്കിൽ നമ്മൾ വേറെ ഏതോ ഒരു ലെവലിലാവും മിസ്സിനാണ്. നമ്മളെ തോട്ട്സ് മാറും, നമ്മളെ കാര്യങ്ങൾ മാറും എന്നൊക്കെ ഉള്ളത് നമ്മൾ റീൽസിലൊക്കെ കാണുന്നതാണ്. നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടൽ ഒരിക്കൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അതല്ലെങ്കിൽ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാവട്ടെ, വണ്ടികളാവട്ടെ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തുന്നില്ല, നമ്മൾ ആ ഒരു ഗ്രോത്തിലേക്ക് എത്തുന്നില്ല. അതുപോലെ നമ്മൾ ഈ സോളിന്റെ ഒക്കെ കേസിൽ നോഫ് മാമിനെ ഇപ്പൊ ഞാൻ മെന്ററായി കൂടുതലുണ്ട്. സിൻസിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടൂൾസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ ഓർമ്മ ഇപ്പോഴും ആള് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല്, ഫോർഗിവ്നെസ് ജേർണല്, അങ്ങനത്തെ അഫർമേഷന്, അങ്ങനത്തെ ടൂളുകൾ ഭയങ്കര സിൻസിയറായി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അതിൻ്റെ ഒരു നമുക്കത് കണക്ട്, ഈ ഉള്ളെന്ന് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് മറ്റുള്ളവർക്ക് കണക്ട് ആവാന്ന് പറയും. നമുക്കൊക്കെ അഭിനയിച്ച് പറയാണ്, അല്ലെങ്കിൽ വെറുതെ ഈ വാക്കുകളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു ഹേർട്ട് കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ നോഫ് മാം കംപ്ലീറ്റ് ഹേർട്ട് കണക്റ്റഡ് ആയിരുന്നു. എൻ്റെ ഉമ്മയും അപ്പുറത്തുണ്ടായിരുന്നു. ഉമ്മയും പറഞ്ഞു നല്ല ക്ലാസ് കിട്ടുമെന്ന്. ഉമ്മ മുറിച്ച് വിളിച്ചപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കയറിയില്ലേ നോഫിന്റെ ക്ലാസ്സിന്. നല്ല രസിലെ സെഷൻ തന്നെയായിരുന്നു. കുറേ സ്ഥലത്ത് പറഞ്ഞ പോലെ ഗൈഡിനെ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടു, ഇങ്ങനെ നോട്ട് ചെയ്ത്. എനിക്ക് അഫ്സൽ സർ എടുത്ത ഫസ്റ്റ് സെഷനിലും ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തിരുന്നതായിരുന്നു. നമ്മൾ കണ്ടുമുട്ടി ഫസ്റ്റ് സെഷനിൽ ഗൈഡിന്റെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എഴുതിയ ലൈന് ഗുരുവിന്റെ വാക്കുകളിലൂടെ നടക്കുന്നതിന് നന്ദിന്നോ അങ്ങനെ എന്തോ ഒന്നായിരുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പൊ ഏറ്റവും അടിപൊളി എടുക്കുന്നുണ്ട്. നോഫ് മാമിന്റെ ലാസ്റ്റ് ഡേ പ്രസന്റേഷനൊക്കെ ഞാൻ പറയും ഇപ്പത്താണ് ബെസ്റ്റ് എന്ന്. ഇന്നത്തെ നോഫ് മാമിനായിരുന്നു എനിക്ക് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യാനും ഏറ്റവും ഇഷ്ടമായി തോന്നിയത്. ഉള്ളിൽ നിന്ന് വന്ന് സംസാരിക്കുന്ന ഭയങ്കര എന്തോ ഒരു വേറെ ഏതോ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നില്ലേ. ഓരോരുത്തരും നമ്മളെ ഓരോ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയാ. ആള് പറഞ്ഞെന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ള ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മളെ ലൈഫിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ചെയ്യാണ്ടാവും. എനിക്ക് പ്രിൻസിപ്പൾ ആയാലും പ്രശ്നമില്ല, ഒക്കെ എന്റെ ആൾക്കാരാ. എന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞത്, ആരാണെങ്കിലും പ്രിൻസിപ്പളോടാണെങ്കിലും ആയിക്കോട്ടെ പോയി ചോദിക്കാം. അപ്പൊ കുറച്ചെടുത്ത് ഇവിടെ പ്രിൻസിപ്പൾ അടുത്തൊക്കെ പോണത് ഓക്കെ അതിന് പ്രശ്നം എന്താ, മൂപ്പര് പ്രിൻസിപ്പൾ ഓക്കെ. ഇപ്പോ കുറച്ച് ചൂടുള്ള അധ്യാപകരൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോരുത്താണെങ്കിലും ഞാൻ ഓക്കെയാ, അതിനിപ്പോ എന്താ പ്രശ്നം. നമ്മളെല്ലാരും നമ്മളെ ആൾക്കാരെന്നുള്ള ലെവലിലേക്ക് എത്തും. നമ്മൾ ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുമല്ലോ, ഇനിയിപ്പോൾ ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരു എന്തെങ്കിലും പ്രഷറിലായോണ്ടായിരിക്കും, ആ ഒരു സ്റ്റേറ്റിലേക്കും നമ്മൾ എത്തും. ആരൊക്കെ ചുറ്റുള്ള മനുഷ്യർ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയാലും നമ്മളെന്ന വ്യക്തി ഓരോട് ഓക്കെ ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എനിക്ക് പൂർണ്ണമായി കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പൊ അത് കുറെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ NSS ക്യാമ്പിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ മാഷാഅല്ലാ വന്നു കഴിഞ്ഞാലും ഓക്കെ, ഇത് കഴിഞ്ഞ അടുത്തത്, ഇത് കഴിഞ്ഞ അടുത്തത്, പരിഹാരം എന്നുള്ളതിലേക്കാവും ഫോക്കസ് പോവുക. ആരെ മുന്നിൽ എന്ത് റിക്വസ്റ്റ് ചെയ്യാനായാലും നമ്മൾ ഈ ഇന്റർവ്യൂ ബോർഡിലേക്ക് പോകുമ്പോൾ പലർക്കുള്ള പേടി നമ്മളെക്കായി അറിവുള്ളവരില്ലേ അവരെ മുന്നിലുള്ള, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ആളെ റെസ്പെക്ട്, നമുക്കൊരു പേടിയാണ് ഉള്ളിലുള്ള, ബഹുമാനത്തിനേക്കായി ആള് ചീത്ത പറയോ,
ഒരിക്കലും ഒരു പ്രിൻസിപ്പൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള പേടിയോട് കൂടി ഒരു കുട്ടി ഓഫീസിൽ പോയ കഥ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് ഓഫീസിൽ ഇന്ന് ചൂടാവും, പ്രിൻസിപ്പൾ ഇന്ന് ഇതിന് പെർമിഷൻ തരൂല, ഇതിന് ഓക്കെ പറയൂല, പ്രിൻസിപ്പൾ അത് പറയും ഇത് പറയുന്നില്ലാണ്. പക്ഷെ ആ പ്രിൻസിപ്പളിന്റെ ഉള്ളിലും ഒരാളുണ്ടാവും ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് കരുണയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ല ആ ഒരു സ്റ്റേറ്റ് ആഗ്രഹിക്കുന്ന ഒരു ആളൊക്കെ ഉണ്ടാവും. അതെല്ലാ മനുഷ്യന്മാരുതിയിലുണ്ടാവും. എത്ര ചൂടുള്ള എത്ര ഭീകരജീവി ആരായിക്കോട്ടെ ഒരു തണുക്കുന്നൊരു സ്ഥലം ഉണ്ടാവും. നമ്മള് ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഒരു പുതപ്പ് തേടിയിട്ടാണ് എല്ലാ മനുഷ്യരും നടക്കുന്നത്. നമ്മളെ ഖദീജ ബീവി പ്രവാചകര് മലയിൽ പോയി വന്ന സമയത്ത് ഖദീജ എന്നെ പുതപ്പിട്ട് മൂടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ ആവട്ടെ, ഏതൊക്കെ വലിയ പോസ്റ്റിലുള്ള ആളാവട്ടെ, ഭയങ്കര ഓർക്കും അത് ആവശ്യമുണ്ട്. ഒരു ഇന്ന ലെവലിൽ എത്തി നിർത്തി ഏറ്റവും വലിയ ബിസിനസ്മാനും അയാളെ വീട്ടിലെത്തുന്ന സമയത്ത് അയാളെ മക്കൾക്ക് ഏറ്റവും നല്ല വാപ്പയാവണം. അവിടെ ഒരിക്കലും ഓഫീസിന്റെ റോൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആവില്ല. കുട്ടികളെ കൂടെ കളിക്കുന്ന, കുട്ടികളെ കൂടെ കുതിര മറിയുന്ന അങ്ങനത്തെ വാപ്പയായിട്ട് മാറേണ്ടി വരും. ഇപ്പൊ ഞാൻ ഫീഡ്ബാക്കിൽ വേറെ എവിടേക്കോ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചുറ്റിയുള്ള മനുഷ്യരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം എനിക്ക് പറയാനില്ല. അവർക്ക് റെസ്പെക്ട് കൊടുക്കണ്ട എന്നല്ല കേട്ടോ പറഞ്ഞേ. ഒരു പരിധിക്കപ്പുറം അവരെ പേടിച്ച് അവരോട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പോൾ ഭയങ്കര NSSന്റെ പിയോനോട് ഭയങ്കര കമ്പനിയാണ്, എല്ലാം പോയി ഡിസ്കസ് ചെയ്യും. ഈവൻ നമ്മളെ യുണീക്നെസിന്റെ കാര്യങ്ങൾ വരെ അവിടെ പോയി ഡിസ്കസ് ചെയ്ത് സജഷൻ വാങ്ങാറുണ്ട്. ആ ടീച്ചറിനും അത് ഇഷ്ടമാണ്. ചില കുട്ടികളുടെ മുന്നിൽ ആ ടീച്ചർ ഭയങ്കര ചൂടൊക്കെയുള്ളതാണ്. പക്ഷെ നമ്മളൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെയും തുറക്കുന്ന ഒരു കടലുണ്ടാവും. നമ്മളൊരു തുള്ളി കൊടുത്തു കഴിഞ്ഞാല് ഒരു കേറ്റ് വാങ്ങുന്ന ഒരു വലിയൊരു പാത്രം അവിടെ ഉണ്ടാവും. നമുക്കത് അറിയില്ല. നമ്മൾ ചുറ്റുള്ള മനുഷ്യരിൽ ഒരു മേ ബി അങ്ങനെ ആവാം. നമ്മൾ ഉപ്പയാണെങ്കിലും ആരാണെങ്കിലും ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് കമ്പനി ആയി കഴിഞ്ഞാൽ നോക്കൊണ്ട് ഒരു ഭയങ്കര അടുത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അത് നമ്മളെ ക്യാമ്പിന് വന്നൊരു റിവ്യൂ ആയിരുന്നു. കുറച്ചൊക്കെ ഗൗരവം നടിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞതാ ആള് ഭയങ്കര ഗൗരവക്കാരനെന്ന് ഞങ്ങൾ വിചാരിച്ച് ഇത്രയും അടുത്തിറങ്ങിയ സമയത്താണ് ഇത്രയും സിമ്പിളാന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആള് ഭയങ്കര പ്രശ്നക്കാരനാന്ന് തോന്നുന്ന ഒരു കുട്ടീൻ്റെ അടുത്തേക്ക് കുറച്ച് കരുണയിട്ട് ചെല്ലാന്നില്ല. നമ്മൾ ഈ ഞെട്ടിക്കുന്ന സ്നേഹം കൊണ്ട് മനുഷ്യരെ പ്രതീക്ഷിക്കാതെ അടിപൊളിയാക്കാന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരു സാധനം. അതിന്റെ ഒരു ആത്മാവിന്റെ ലെവലാണ് നമ്മൾ നൊഫ്മാം എന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ. പറഞ്ഞ കാര്യങ്ങളെ പറ്റുന്ന പോലെ അഡോപ്റ്റ് ചെയ്യുക, ചുറ്റുള്ള മനുഷ്യരെ ഏറ്റവും കരുണയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഫീഡ്ബാക്കിൽ നിന്ന് കുറച്ചധികം തന്നെ തെന്നു മാറിയിട്ടുണ്ട്. സോറി. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് അറിയാൻ വരുന്നത്? അല്ലല്ല, ഇത് സത്യം പറയാലോ, ഇന്ന് സെഷനിൽ കയറിയ ഒരു ഭയങ്കര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം അങ്ങനത്തെ ഫ്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തർ കേറിയിട്ട് ഇതാണ് 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 ഒറിജിനൽ മിസ്ന, റൂഹ് ഓഫ് ദ മിസ്ന എന്ന് അറിയില്ലേ, ഒറിജിനൽ. മാഷാ അല്ലാ, അത് വല്ലാത്തൊരു ജിന്നാണ് ബഹൻ. നമ്മൾ ചാർലിയിലെ ദുൽഖറിനെ പറ്റി പറയില്ലേ, അതേപോലെയാണ് മിസ്ന. വന്നാൽ അതെ ഇങ്ങനെ സാർ. പ്രകാശം പരത്തി അങ്ങ് പോയിക്കാണ് മിസ്ന. അതാണ് മാഷാ അല്ലാ, അതെ ഭയങ്കര. സാർ, ഇന്നത്തെ സെക്ഷനിൽ കയറിയോ ഭയങ്കര ഭാഗ്യം, അൽഹംദുലില്ലാ. ഞാനിന്ന് വെറുതെ ഇങ്ങനെ ഫോൺ എടുത്തപ്പോ സാറേ ഈ ലിങ്ക് കണ്ടത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഒരുപാട് ലക്കി അന്നത്തെ ക്ലാസ് കയറിയുണ്ട്, അൽഹംദുലില്ലാ. ഇതാരാണ്? സഫീല മാം ആണോ സൗണ്ട് കേട്ടിട്ട്? അല്ല, ഞാൻ സാറൊരു യുണീക്ക് സാറ് ഇവര് വന്നില്ലായിരുന്നോ? നിങ്ങളെ പേരൊന്ന് പറയോ? പേര് മുബീന. കുറെ ആയി മുബീന. സെക്ഷനിൽ ഫസ്റ്റ് കയറിയിട്ട്. ഫൈവ്. ഫസ്റ്റ് 5 കയറിയിട്ട്. താങ്ക് യു. അല്ല, സാറേ ഞാൻ സെക്ഷനിൽ കയറാൻ പറ്റില്ല, ആ സമയത്ത് ക്ലാസ് ഉണ്ടാവലുണ്ട്. അപ്പൊ ഇന്ന് വെറുതെ ഞാനിങ്ങനെ ഫോൺ എടുത്തപ്പോ സാറാ ഈ ലിങ്ക് കണ്ടത്. എന്തായാലും അൽഹംദുലില്ലാ, സാറാ ഇല്യാസ് സാറ് വാക്കുകളും പിന്നെ ക്ലാസ് എടുത്ത മാമിന്റെ പേര് അറിയൂല, മിസ്ന മാമിൻ്റെതും എല്ലായിടത്തും മൊത്തത്തിൽ അൽഹംദുലില്ലാ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അല്ല, എനിക്ക് ഈ പേര് ഇവിടെ സൂം യൂസറിനെ കാണിക്കുന്ന മാം, അതുകൊണ്ട് ഞാൻ പേര് ചോദിച്ചു കേട്ടോ. എങ്ങനെ നോക്കുക ആരുന്ന സൗണ്ട്, സഫീല മാം ആണോ ആരാന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. താങ്ക് യു മുബീന മാം, താങ്ക് യു സോ മച്ച്. ചങ്ക് താങ്ക് യു. വേറെ ആരാണ്? വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. അസ്സലാമലൈക്കും. ആയിഷ, ഐഷയാണ്. വലൈക്കും സ്ലാം, പറഞ്ഞു. ക്ലാസ് എടുത്തത് നല്ല ക്ലാസ് ആയിരുന്നു. എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഓർമ്മയിലിരിക്കുക. കേട്ടങ്ങ് നിർത്തി കളഞ്ഞാല് എല്ലാ ആഴ്ചയും ഇത് വരുന്നത് വലിയൊരു ഉപകാരമാണ്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റാറുണ്ട്. ക്ലാസ് എടുത്തത് നന്നായിരുന്നു. പിന്നെ എല്ലാവരും സജഷൻ പറഞ്ഞവരൊക്കെ വേറെ ഓരോ ക്ലാസ് എടുത്തു. അതാണ് എനിക്ക് തോന്നിയത്. എല്ലാത്തിനെയും കുറിച്ച് എവിടെയും ഇവിടെയും കേട്ടിട്ടുണ്ടെന്നല്ലാതെ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു. പിന്നെ ഓറയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് എനിക്ക് ചിലവരൊക്കെ കുറച്ച് ഓറയൊക്കെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ യുണീക്നെസ് ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ശരിക്കും ഓറ എന്താ, ഏഞ്ചൽസ് ശരിക്കും ബ്ലെസ്സിങ്സ് വന്ന് തരുകയാണ് ഒരു ഫീലിംഗ്. ചുറ്റിലും ഏഞ്ചൽസ് ഉണ്ടെന്ന് ലാസ്റ്റ് അങ്ങ് തോന്നി, മനസ്സിൽ അങ്ങ് തോന്നി. ആദ്യമായിട്ടാണ്
എത്ര ഏഞ്ചൽസ് ചുറ്റിലും ഉണ്ടാവും എന്നുള്ളൊരു ഫീല് മനസ്സിൽ വന്നത്. അപ്പൊ ഒരേ കാര്യം പലർക്കും പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമല്ലോ. ചിലവര് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് എടുക്കാനുള്ള നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി. ഒരേ കാര്യം തന്നെ പല രീതിയിലും പറയും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എല്ലാ ആഴ്ചയും ഉണ്ടാവുന്നതും പിന്നെ എല്ലാവരുമായിട്ട് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്ന തന്നെ വലിയ താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നിറഞ്ഞിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, ഞാനിങ്ങനെ ആലോചിക്കുക, അൽഹംദുലില്ലാ ഞാൻ എന്ത് ശരിക്കും വേറൊരു ഫാമിലി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 7-8 മണി ഇങ്ങനെ ടൈം പറഞ്ഞു ഇശാക്ക് ശേഷം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോൻ അത് നാളത്തേക്ക് അൽഹംദുലില്ലാ അതിലൊന്ന് റീചാർജ് ആയി. ആവശ്യമേ എല്ലാരോടും ഓരോരുത്തരും പറഞ്ഞു തന്ന കാര്യങ്ങൾ പിന്നെ ആരെയും കേട്ടതിന് ശേഷം ചിന്ത മൊത്തത്തിൽ ഇങ്ങനെ 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 കുറച്ചും കൂടെ കാര്യങ്ങൾ. ആ ബുക്കിന്റെ പേര് എല്ലാരും ഒന്ന് പറ്റാണ് വായിച്ചോളിട്ടോ. ഇബ്നുൽ ഖയ്യൂം ആത്മാവിന്റെ പുസ്തകം, ഇലിയാസ് ഖാൻ പറഞ്ഞ ബുക്കിന്റെ കാര്യം പറ്റുന്നവരൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ഏതായാലും അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി നോഫ് അടിപൊളിയായി ഉപയോഗപ്പെടുത്തി. എല്ലാവർക്കും കുറെ എന്താണ് ഇൻസൈറ്റ്സ് കിട്ടി, ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ ഓരോരുത്തർക്ക്. ഏതായാലും എല്ലാ പിന്നെ ഫീഡ്ബാക്ക് പറഞ്ഞവർക്കൊക്കെ താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാനോ ഫീഡ്ബാക്ക് പറയാനോ എന്തെങ്കിലും? അബ്ദുൽ ഖാദർ ഭായ്, ഖാദർ ബ്രോ, നിങ്ങള് വീഡിയോ മോഡലൊക്കെ നേരത്തെ കണ്ടിരുന്നു. ജാഫർ അസ്സലാമലൈക്കും. സിനിമ വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാ. സെറ്റല്ലേ? സെറ്റാണ്. പുതിയ ആദ്യമായിട്ട് ക്ലാസ് എടുക്കണമെന്ന് തോന്നൂല കേട്ടാ. എന്തായാലും ഉപയോഗപ്പെടുത്തിക്കോ. നല്ല സൗണ്ടും ആണ്, നന്നായിട്ട് പറയണുണ്ട്. ആ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയിന്നേ ഉള്ളൂ. താങ്ക് യു ആ സോ ആ, മച്ച്. നല്ല സൂപ്പറായിട്ട് കേൾക്കുമ്പോ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ആഗ്രഹം ഞാൻ അഫ്ലേ സാറിന്റെ ക്ലാസ്സിൽ കേട്ടോ, ഇതെനിക്കൊരു ഭ്രാന്താണെന്ന് കേട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ വരാനുള്ള കാരണം. അതുപോലെ ആ ഇത് ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞെടുക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് വന്നത് അല്ലേ. എനിക്കും അത് അങ്ങനെയാണ്. ഞാൻ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ ഇത് തുടങ്ങുമ്പോ വരുന്നത് അതാണ്, നമ്മളെ ഉള്ളിലുള്ളത് മുഴുവൻ എത്തിക്കണം ജനങ്ങൾക്കെന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഞാനിപ്പോ ആലോചിച്ചു, ഇത് എവിടെയോ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പൊ സാബിക്കായി ഞാനും കൂടി ഈ സംഭവം സംസാരിച്ചിരുന്നു. ഇപ്പൊ എന്താണോ ഈ വിഷയം എല്ലാം കൂടി പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ആയി. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഇത് ഞാൻ വന്ന് പറയുന്നത്, എന്തായാലും ഖുർആൻ അർത്ഥം അറിഞ്ഞൊന്ന് എല്ലാരും പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു ഇത്തിരി കേട്ടു അറിഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഈ മുഴുവനായിട്ട് നന്നായി മനസ്സിലാവും ഖുർആൻ മുഴുവനായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലെറ്റർ കയ്യിൽ വേറൊരു ഭാഷയിൽ കിട്ടിക്കഴിഞ്ഞാല് നമ്മളത് ആരെടുത്തെങ്കിലും കൊണ്ടുപോയി വായിക്കുമല്ലോ അല്ലെ. നമുക്ക് മനസ്സിലാവില്ല എന്താണെന്ന് അറിയാതെ. അപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ എന്തായാലും നമ്മളത് പഠിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറ്റില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ പല പഴയ പ്രശ്നങ്ങൾ കാരണം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് മാറ്റിത്തരാൻ ഇതുപോലുള്ള നന്മമരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വഴി നമുക്ക് കിട്ടും. അപ്പൊ ഈ പഠിക്കുന്നത് എന്തായാലും ഒരിക്കലും നഷ്ടമില്ലല്ലോ. നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥം വേറെ ഒന്നുമില്ല. ആ ഗ്രന്ഥം പഠിക്കുക തന്നെ വേണം. അല്ലാതെ ഇതുപോലെ അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ല, ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നഷ്ടമല്ലല്ലോ, ലാഭം തന്നെയാണുള്ളത്. അപ്പൊ ആ ഖുർആൻ മുഴുവനായി പഠിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ പിന്നെ ഇതിനൊക്കെ ഉള്ള അവസരങ്ങൾ പടച്ചോൻ കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇത്രയും പ്രായമായിട്ട് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചെങ്കിലല്ലേ അവിടെ വന്ന 25 പേരില് ഈ പറഞ്ഞ കോളേജിൽ പഠിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചവരല്ല, ഇതൊന്നും ഇല്ലാതെ ഞാൻ അതിൽ ഇറങ്ങി തിരിച്ചെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തലയ്ക്ക് ഇതൊരു ഇതായിട്ട് കൊണ്ട് നടക്കുന്നതാണ് അല്ലെ. ആത്മാവിന് അതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ ഈ സന്തോഷിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സമയം തന്നെയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഖുർആൻ മുഴുവനായിട്ടും പ്രവാചകന്റെ ചരിത്രവും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ പറഞ്ഞ ആലമുൽ അർവ എന്നും നമ്മള് അറിയാതെ പോവൂല, ഒരിക്കലും അറിയാതെ പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ എന്തായാലും അത് എന്റെ ഒരു അപേക്ഷയായിട്ട് സ്വീകരിച്ച് എല്ലാവരും അതൊന്ന് ഫാത്തിഹ മുതലൊന്ന് തുടങ്ങി നോക്കുക. അതൊരു അല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. വടച്ചോന്റെ ഒപ്പം പോയി പറയണമല്ലോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരും ഒന്നും ഉപയോഗിക്കാൻ അറിഞ്ഞിടാത്തവരോ പഠിക്കാൻ അറിഞ്ഞിടാത്തവരോ ഒന്നും അല്ലല്ലോ.
അപ്പൊ അത് എനിക്ക് പറ്റിയില്ല എന്ന് പറയാനും പറ്റൂല, വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുന്ന കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആ 114 സൂറത്ത് ഒന്ന് പഠിച്ചെടുക്കാം ഇൻഷാ അള്ളാ. എനിക്ക് അതാണ് ഇതിൽ പറയാൻ തോന്നിയത്. താങ്ക് യു മാം, താങ്ക് യു. ഇത് നമ്മളെ ഹസീന മാം ആണ്, നമ്മളുടെ യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ 2ാമത്തെ ബാച്ചിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയാണ് നമ്മളുടെ. എന്റെ ഉപ്പന്റെ പ്രായമുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഏതായാലും താങ്ക് യു സോ മച്ച് മാം. ഇപ്പൊ മാം പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്, നമുക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്, നമുക്ക് ഓരോ ദിവസവും കുറച്ച് കുറച്ച് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. ഞാൻ ഒരു 4-5 വർഷം മുന്നേ UAE വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. ഖുറാൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് മലയാളം ഖുറാൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഖുറാൻ ലൈറ്റ് മലയാളം ഖുറാൻ. അല്ല, ആലിമുലറാഹ് ഞാൻ കേട്ടോ മനസ്സിലാക്കി. പക്ഷെ ഇപ്പൊ ഒന്നും കൂടെ കേട്ട സമയത്താണ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണക്റ്റഡ് ആയി വന്നതെന്ന് പറഞ്ഞതാ. മലയാളം ഖുറാൻ, ഖുറാൻ ലൈറ്റ് മലയാളം ഖുറാൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. റാഷിദ ബുനൂറ എന്ന് പറഞ്ഞിട്ടൊരു ഒരാളാണ് അതിന്റെ ഓതർ, മീൻസ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പറ്റുകയാണെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ ആയത്തൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയാണ്ടല്ലോ, ഇത് ശരിക്ക് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തോന്നും ചില സമയത്ത് ഇത് ഇന്നോട് പറയുകയാണല്ലോ എന്നൊക്കെ തോന്നും. നല്ല നീയത്ത് വെച്ചിട്ട് നമ്മളൊരു പ്രശ്നം വിചാരിച്ച് അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഏതെങ്കിലും ഒരു ആയത്തൊക്കെ നമ്മൾ ഖുർആനൊക്കെ എടുത്ത് ഇങ്ങനെ തുറന്നിട്ട് ആ ആയത്തിന്റെ അർത്ഥം ഇവിടെ നോക്കി കഴിഞ്ഞാലെങ്കിൽ മനസ്സിലാവും. അതെ ഹയ മാം, അതെ. നമുക്ക് ഇവിടെ ഹയ ഉണ്ട്, 19 വയസ്സുള്ള ഹയ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 60-50 വയസ്സുള്ള ഹസീന മാമും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും എങ്ങനെ ഒരു വയസ്സ് കുറവാണ് കൂട്ടല്ലേ. 18 ആയുള്ളൂ, 18 18 ആയുള്ളൂ. ഓക്കെ. -1 സോറി 19 ഞാനുണ്ട് ഇവിടെ 19. അതെ. ഏതായാലും അടിപൊളി. ഏതായാലും ഇന്ന് എന്നോട് മുബഷിറ മാം ചോദിച്ചിരുന്നു, നമ്മളൊരു മുന്നേ പരിചയമുള്ള ഒരു മുബഷിറ മാം, നമ്മളൊരു മെന്ററാണ്. മാം ഇങ്ങനെ ചോദിച്ചിരുന്നു ഇപ്പൊ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ പെട്ടെന്ന് അത് ഓർമ്മയാ. സിനിമ ഇത് പറഞ്ഞ സമയത്ത് അതുകൊണ്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്ത്. ഏതായാലും താങ്ക് യു മാം. ഏതായാലും എല്ലാവർക്കും ഒരു റിമൈൻഡർ ആണ്. ഇന്ന് അത് വന്ന പഠിച്ചിട്ട് നോഫ് മാമിന് ഭയങ്കര ഓറുണ്ട് തോന്നുന്നു കേട്ടോ. മാഷാല്ലാ, വരുന്ന എല്ലാരും കണ്ടന്റ് ഇട്ടിട്ടാ പോകുന്നത്. എന്തെങ്കിലും ഒന്ന് അവരെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് ഹൈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഓരുണ്ടാവുന്നില്ലേ, അത് ഇവിടെ വർക്ക് ആയിട്ടുണ്ട് ഈ സെഷൻ ഒന്ന്. കാരണം 3/4 മണിക്കൂർ മാത്രമേ സെഷൻ നടന്നിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം ഇവിടെ ഞാൻ പാർട്ടിസിപ്പൻസിന് നോക്കുന്നുണ്ട്, 30 ആള് 29 ആള് മാറിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. പൊതുവേ ഒരു സെഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മാഷാല്ലാ, ഭയങ്കര ഒരു ആള് അടിപൊളിയായി വർക്കുള്ള ഫേക്ക് ആരും കണ്ടെന്ന് വെക്കലിട്ടോ. അടിപൊളിയായി പോട്ടെ മാഷാല്ലാ. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് അറിയാൻ വരുന്നത്? വേറെ ആരാണ് ഹൈ ഓവർ ലെവലില്? വേറെ ആരാണ്? വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങള് എന്ത് പറഞ്ഞാലും അത് അടിപൊളിയായി മാറുന്നത്. അതെ. ഇന്ന് ഞാനൊക്കെ എനിക്കൊന്ന് സൗണ്ട് ഒന്നും ഇല്ല, പക്ഷെ സൗണ്ട് ഒക്കെ വന്നു, എങ്ങനോ വന്ന് മൊത്തം പറച്ചിലായി പോയി മാഷാല്ലാ. പിന്നെ വേറെ ഒന്നും ഇതുമായി റിലേറ്റഡ് ആണോ എന്ന് അറിയൂല. പക്ഷെ ഇന്ന് ക്ലാസ്സിൽ പോയ സമയത്ത് ഒരു കുട്ടി ചോദിച്ചൊരു കാര്യമായിരുന്നു. അതായത് ഒരു അഫെയർ ഉണ്ട്. അഫെയറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോ അവള് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, അവളിപ്പോ അതിൽ നിന്ന് ഒരു റിഗ്രറ്റ് ഉണ്ട്, എനിക്കത് അഫെയർ ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് റിഗ്രറ്റ് തോന്നാനുള്ള കാരണം എന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. അതായത് ഓന്റെ മെസ്സേജ് വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതായത് ഒരു മെസ്സേജ് രാത്രിയിൽ വരുന്ന സമയത്ത് അത് എടുത്തു നോക്കാനുള്ള ടെൻഡൻസിയും ആ സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല. ഞാന് പടച്ചോനേക്കാൾ ഓനോട് കൂടുതൽ അടുപ്പുള്ളതാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ എത്രത്തോളം അധപതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നി തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു കണക്ഷൻ ബാങ്ക് വിളിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ നമുക്കൊരു പ്രേരണയുള്ള സമയമാവുന്ന നേരത്തോ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ശരിക്ക് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ കാര്യത്തിലും ആ സ്നേഹത്തിന്റെ കാര്യത്തിലും. പക്ഷെ അപ്പോഴും നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു ജിബീൽ അലൈഹി ഇസ്ലാമിന്റെ ഒരു നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത്
ജിബ്രീലിനെ പടച്ചു കഴിഞ്ഞതിന്റെ ശേഷം 40,000 വർഷമോ അങ്ങനെ എത്രയോ വർഷം ജിബ്രീൽ നിന്ന് നിസ്കരിച്ചു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഉണ്ട് 2 ഉണ്ട് റക്അത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് അതെ പടച്ചവനോട് ചോദിച്ചു, പടച്ചവനെ ഞാൻ ഈ നിസ്കരിച്ച നിസ്കാരത്തെക്കാൾ നല്ല നിസ്കാരം ഇനി വേറെ ആരും നിസ്കരിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പടച്ചവൻ പറയുന്ന സിമ്പിളായിട്ട് പറയുന്നൊരു മറുപടി ഉണ്ട്. ജിബ്രീൽ, നിങ്ങൾ നിസ്കരിച്ച ഈ നിസ്കാരത്തെക്കാൾ ഒരു 2 റക്അത്ത് ഇനിയുള്ള ഒരു സമുദായം നിസ്കരിക്കാനുണ്ട്. അവര് തക്ബീർ ചെല്ലുന്ന സമയത്ത് മാത്രമേ ഇന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ മൊത്തം വേറെ എന്തെങ്കിലും ചിന്തയിലായിരിക്കും. പക്ഷെ അവരത് നിസ്കരിക്കുന്നത് എന്നോടുള്ള കടമ വീട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ആ 2 റക്അത്ത് നിസ്കാരത്തിന് നിങ്ങളുടെ 40,000 വർഷത്തെ നിസ്കാരത്തെക്കാൾ പവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അതേ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതുള്ളൂ. എനിക്ക് പെട്ടെന്ന് വേറെ ഒന്നും, കാരണം ഞാൻ അവരോട് എന്തെങ്കിലും ഉപദേശിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ആ ഒരു ഫീല് കിട്ടണമല്ലോ. അപ്പൊ ഞാനത് ഇത് പറഞ്ഞു. ഏതായാലും നല്ല തീരുമാനമാണ്. പിന്നെ അതിന് പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നിരുന്നാലും ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലക്കിയാണ്. ഏതെങ്കിലും ഒരു കോണില് പഠിച്ചവന്റെ സ്നേഹത്തിന്റെ എവിടെയെങ്കിലും കരുവില് നമ്മൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കയറി പോകാൻ നേരത്ത് പഠിച്ചവനോട് പറയാം, പഠിച്ചവനെ ഇന്ന നരകത്ത് കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല, ഇന്ന സ്വർഗത്തിലേക്ക് കയറ്റിയിട്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനുമില്ല, അതുകൊണ്ട് ഇന്ന സ്വർഗത്തേക്ക് വല്ലാണ്ട് തള്ളിയിട്ടൂടെ നമുക്ക് ചോദിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാകും. അതിനേക്കാൾ അതൊന്നും ചോദിക്കാതെ തന്നെ കയറി പോകാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുമായി റിലേറ്റഡ് അല്ലായിരിക്കാം, പക്ഷെ പറഞ്ഞപ്പോ ഒരു ഓർമ്മ വന്നൊരു കാര്യം ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇല്ലല്ല, ഇത് കണക്റ്റഡ് ആണെന്ന് പറയാൻ കാരണേ ഇന്ന് ഇന്ന് ഈ സദസ്സില് ഈ 27 ആൾക്കാർ മാത്രല്ല, ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്, ഈ റിയാസ് ഹക്കീം സാർ, ഇപ്പൊ ഇല്യാസ്ക പറഞ്ഞല്ലേ, റിയാസ് ഹക്കീം സാർ പറയലുണ്ട്, ഞാൻ ഈ പടച്ചോനെ പറ്റി പറഞ്ഞു തുടങ്ങിയാല് എന്റെ മേലെ ജിന്ന് കയറുന്നു. മീൻസ് പടച്ചോനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആരോ എൻ്റെ ഉള്ളിൽ കയറി സംസാരിക്കലുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഒന്ന് ഇവിടെ നടക്കുന്നുണ്ട്. ഓരോന്ന് ആവശ്യമില്ല. ഇല്യാസ്ക ഒക്കെ ഓൾറെഡി പറഞ്ഞ കാര്യമായിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം എന്താ അറിയാം? ഇന്ന് ഇവിടെ ആർക്കോ അത്, ഞാൻ അടക്കമുള്ള ഇവിടെ ആർക്കൊക്കെ അത് കേൾപ്പിക്കേണ്ടതായിട്ട് പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് മോളെ അല്ലെങ്കിൽ മോനെ, എന്നാ ഇതെനിക്കുള്ളതാണ്, നീ ഏതായാലും ഇവിടെ കയറി ഇരുന്നല്ലേ, ഇത് കേട്ടോ, ഇതിൽ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തോ, എവിടെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ കറക്ഷൻ വരുത്തിക്കോ എന്ന് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞതാണ്. അപ്പൊ അത് വെറുതെ പറയുന്നതല്ല. ഇങ്ങനത്തെ സദസ്സ് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കാം, യുണീക് ടോക്ക് എന്നുള്ള പേര് മാറ്റിയിട്ട് സ്പിരിച്വൽ ടോക്ക് ആക്കിയാൽ, കാരണം എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇവിടെ വരുന്നുള്ളൂ. നിങ്ങൾ ഇപ്പം സ്ഥിരമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അധികം ആൾക്കാരും സ്ഥിരമായിട്ട് ഇപ്പൊ സ്പിരിച്വലി കൂടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ വരാറ്. അങ്ങനെ ഇവിടുത്തെ മൊത്തം കുറച്ചൊക്കെ ദുനിയാവും വേണം, പക്ഷെ സ്പിരിച്വൽ ആണ് കൂടുതൽ. ആത്മാവ്, സോളാണ് ഇവിടെ മെയിൻ ഡിസ്കഷൻ നടക്കല്. സോളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇവിടുത്തെ ഫീഡ്ബാക്ക് തീരൂല. അല്ലെങ്കിൽ ഞാനിപ്പോ എന്തോ ഹാബിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞതാണെങ്കിൽ ഒരു 2-3 ഫീഡ്ബാക്കിൽ പരിപാടി നിർത്തലുണ്ട്. പക്ഷെ അല്ലാത്ത സ്പിരിച്വൽ കാര്യങ്ങളുള്ള ടോപ്പിക് ആണെങ്കിൽ അത് എല്ലാ സെഷനൊന്നും ഇല്യാസ്ക കയറൂല. ഇല്യാസ്ക കയറുന്നത് കറക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സെഷനിലേക്ക് എത്തിപ്പെടുക. മീൻസ് അതിൽ നമുക്കൊരു കുറച്ചും കൂടെ ആ ഫീൽഡിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അനുഭവങ്ങളും അറിവും നമുക്ക് കിട്ടാനും കൂടി പഠിച്ചോൻ എത്തിക്കുന്നതാണ് അത്. അപ്പൊ അൽഹംദുലില്ലാ, ഏതായാലും സന്തോഷം. ഇല്യാസ്ക, യുവർ ടോക്ക് ഈസ് വെരി ഗുഡ്, റിയലി ഗുഡ്. താഴെ പറയുന്നുണ്ട്, മാഷാ അല്ലാ. എന്തായാലും ഇല്യാസ്ക ആയിട്ട് ഒരു ടോക്ക് കുറെ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. ഇല്യാസ്ക അടുത്ത വീക്കിൽ നിങ്ങൾ ചെയ്യോ? 69ാമത്തെ ആഴ്ച ഇൻഷാ അല്ലാ യുണീക് ടോക്ക് നിങ്ങൾ വിത്ത് പേയ്മെന്റ് സെറ്റാണ്. നിങ്ങൾ ഏറ്റെടുക്കോ? നിങ്ങളെ മാത്രമേ ടോക്ക് കേൾക്കണം എന്ന് ഇവിടെ ഞാൻ കുറെ ആയിട്ട് വിചാരിക്കുന്നതാണ്. പക്ഷെ അത് നമ്മളെ സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അങ്ങനെ വന്നു പോയതാണ്. നിങ്ങളൊരു ടോക്ക് ഇവിടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഇങ്ങനെ തോന്നാം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാഹ് നോക്കാം. അഫ്സൽ സർ ഓപ്പർച്യൂണിറ്റി പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ വന്ന് അടുത്ത ആഴ്ച എടുത്തോട്ടെ, എന്താ പ്രശ്നം? അഫ്സൽ സർ പറയില്ല, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പറഞ്ഞില്ലേ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, എന്റെ മൈൻഡിലുണ്ട് നിങ്ങളുമായിട്ടൊരു പ്രോഗ്രാം എന്ന്. നിങ്ങൾ പറഞ്ഞില്ലേ ഇല്ലാസ്കയായിട്ടൊരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു ടോക്ക് ഞാൻ ഇങ്ങനെ അപ്പൊ അതിന് എന്റെ മൈൻഡിൽ വന്നു അടുത്ത ആഴ്ച കൊടുത്തോളി, അതിന് എന്താ പ്രശ്നം? കണക്ട് ആയില്ലേ? മനസ്സിലായി. അടുത്ത ആഴ്ച ചെയ്യാന്നുള്ളതല്ലേ നിങ്ങളെ മനസ്സിൽ വന്നിരുന്നു എന്നല്ലേ അതെ നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ അടുത്ത ആഴ്ച ആക്കിക്കൂടെ, ഇനി എന്തിനാ ലേറ്റ് ആക്കണേന്നുള്ള സംഭവം. പിന്നെ ഇല്ലാസ്ക പറഞ്ഞ പോലെ ഈ അഫ്സൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാവുന്നില്ലേ, ചിലർക്ക് അറിയുന്നുണ്ട്. ഒരു അലിഗ റോസ് എന്നൊരു കുട്ടിയുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലെ, ഫിദ എന്ന് പറഞ്ഞിട്ട്, ഈ ആലബൽ അർവാഹ് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തിച്ചൊരു കുട്ടിയാണ്. ആളൊരു സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാന്.
നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്താവട്ടെ, സെറ്റ് യുവർ സെല ഫസ്റ്റ് എന്ന്. നിങ്ങളെ നിസ്കാരം ആദ്യ സമയത്തിനാക്കുന്നില്ല. ഇന്നത് ഭയങ്കര തോട്ട് ചെയ്തിരിക്കുന്നു. അതിപ്പോഴും ഞാൻ ഫിദിന്റെ അടുത്ത് ഏതൊരു സമയത്ത് റിവ്യൂവിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറേ ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ ആ സ്റ്റോറി എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്. എന്തൊക്കെ ഇഷ്യൂസ് ആളെ കൊടുത്തിട്ടുണ്ടോ, എന്തോ ടാഗ് ലൈനിലാണ് സെറ്റ് യുവർ സെല ഫസ്റ്റ്. സെറ്റ് യുവർ സെല ഫസ്റ്റ് നമുക്കൊരു സൊല്യൂഷനാണ് എല്ലാത്തിനുള്ള. ഞാൻ അത് പറഞ്ഞത് ചിലപ്പോൾ ഇല്യാസ്ക്ക് ഇത് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഇത് ആൾ റിമൈൻഡ് ചെയ്യും, അന്നൊരു സെഷനിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നല്ല. അതുപോലെ എനിക്ക് സ്പിരിച്വലി ഒന്നുകൂടെ കണക്റ്റഡ് ആവാൻ, ഞാനിതിപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. പറയൂലേ, ഈ ലൈൻ ഷെക്കരുതുമുള്ള അസീദ് എന്നക്കും എന്നുള്ള വാക്ക് നമുക്ക് എവിടെയും പറയാൻ പറ്റുന്ന, തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയാം, കൂടുതൽ കിട്ടുന്ന ഒരു മനുഷ്യനോട് പറയാം. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മക്ക് അറിഞ്ഞിരുന്നോ, കുറേ ആൾക്കാർ ന്യൂസിൽ 4 മക്കളെങ്ങാണ്ട് മരിച്ചല്ലോ ഒരു പാരൻസിന്. എന്താ വിഷയം എനിക്ക് ഓർമ്മയില്ല, ചെറിയ കുട്ടികളെന്നോ. അതിൽ വന്ന കമന്റ്സിൽ അത് പറയുന്നുണ്ട്, നിങ്ങളെ ക്ഷമ പഠിച്ചവൻ പരീക്ഷിക്കുകയാണ്, അവിടെയും ആളുകൾ കൊടുക്കുന്നതാണ്. ആ ഒരു ആയത്തിന്റെ ബ്യൂട്ടി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, ലൈൻ ശക്കരത്തും ലസീദ് എന്നക്കും വേറൊരു വാക്കിനത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എല്ലായിടത്തും പറയാൻ പറ്റുന്ന, സന്തോഷത്തിലാവട്ടെ, സങ്കടങ്ങളിലാവട്ടെ, ആനന്ദത്തിലാവട്ടെ, എവിടെയും ആരെടുത്തും പറയാൻ പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ് അതില്ലാന്ന്. ലൈൻ ശേഖരത്തും ലസീദ് എന്നക്കും അത് ഞാൻ പറയുന്ന വാക്കല്ല, പടച്ചോൻ പറയുന്നതാണ്. നമ്മളെ വിശ്വസിക്കുന്ന ഒരു സൃഷ്ടി നമ്മളെടുത്ത് പറയുന്നതാണ്. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും. അവളാ ഒരു വാക്ക് ഭയങ്കര എടുത്ത് ആലോചിച്ച് നോക്കിയേ. ഞാൻ എന്താണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് അടുത്ത പുതിയ വർഷം പറഞ്ഞിട്ട്, അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് നമ്മളിങ്ങനെ വണ്ടറടിച്ചു പോകില്ലേ, എൻ്റെ പഠിച്ചവനെ എന്ത് രസമുള്ള വാക്ക് എന്നൊക്കെ പറയൂലേ നമ്മള്. ആ ഒരു വാക്കായിരുന്നത് ലൈൻ ശക്കരത്തും ലസീദ് എന്നൊക്കെ. നമുക്ക് എവിടെയും പറയാം, തകർന്ന മനുഷ്യനോട്, വളരുന്ന മനുഷ്യനോട്, കൂടെയുള്ള മനുഷ്യരോട് എവിടെയും പറയാം. നമ്മളെ ബന്ധങ്ങളിൽ പോലും പഠിച്ചവനല്ലാത്ത രീതിയിൽ നമുക്ക് ആളുകളോടും പറയാം. നമ്മൾ ആളുകളുമായിട്ട് ആ ഒരു വാക്കുകൾ കണക്ട് ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ലെവലിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നമ്മളൊരാൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ പറയും, ഇപ്പോൾ പാരൻസിനോടുത്തായാലും നിങ്ങൾ ചെയ്തെന്ന കാര്യത്തിൽ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും. അത് നമ്മളെപ്പോഴും ഡയലോഗിൽ പോലും പറയുന്നതാണ്, ചെയ്തൊന്നൊന്നും കാണൂല, ചെയ്യാത്ത മാത്രമേ കാണുള്ളൂ. അവിടെയും പറയാതെ പറയുന്നൊരു സാധനം അതല്ലേ ലൈൻ ശേഖരത്തും ലസീദ് എന്നൊക്കെ. നിങ്ങൾ നല്ലത് എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ മൈൻഡിൽ ഫുള്ള് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആവാൻ മേ ബി ഇവിടെ വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഭയങ്കര വേറെ ഒന്നും ആലോചിക്കണത് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യും. അതുപോലുള്ളതാണ് മാ വദ്ദക റബ്ബുക വമാക്കല. നിന്റെ റബ്ബ് നിന്നെ വെടിഞ്ഞിട്ടുമില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. നമ്മൾ എന്തൊക്കെ ആയാലും, എത്രയൊക്കെ തകർന്നിട്ടുണ്ട്, എത്രയായിട്ട് മോശമാണ്, എത്ര നമ്മൾ മോശമാണ്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഒക്കെയാണ്, നിസ്കരിക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ഹറാമുകൾ അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്നുണ്ട്, അവിടെ റബ്ബിൻ്റെ ഒരു മെസ്സേജാണത്. മാ വദ്ദക റബ്ബുക വമാക്കല. നിന്റെ റബ്ബ് നിന്നെ വെടിഞ്ഞിട്ടുമില്ല, നിന്നെ വെറുത്തിട്ടുമില്ല. ഈ 2 സാധനം ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ കുറേ ഒന്നും കയറ്റിയില്ല. അത് ഞാൻ കൊടുത്ത് രണ്ടും അഫൽ സാറ് ഞാൻ മനസ്സയച്ചപ്പോൾ മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അത് രണ്ടോ കൊടുത്തത്. അവൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഏത് അവസ്ഥയിലും പറയാൻ പറ്റുന്ന 2 വാക്കാണത്. ഏതവസ്ഥയിലും ഈ ലൈൻ ശക്കരത്തും പറഞ്ഞ പോലെ മാ വദ്ദക റബ്ബുക വമാക്കല. തകർന്ന ഒരാളെടുത്ത് പോലും നമുക്ക് വേറെ ഏതൊരു ഫ്രേസിനാണ് തകർന്ന് നമ്മൾ പോലും ആലോചിച്ചു പോകും, ഞാൻ എന്താ അവനോട് പറയാ. ഞാൻ ഇപ്പൊ ഒരു കുട്ടി മരിച്ച ഒരാളോട് നമുക്ക് എന്താ പറയാൻ പറ്റുക, നിങ്ങൾ ഇമോഷൻസിനെ വെച്ചിട്ട് എന്താ പറയാൻ പറ്റുക? നിങ്ങൾ സാരല്ലിട്ടോ മക്കൾ ശരി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഖുറാനെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ലൈൻ ശക്കരത്തും ലസീദ് എന്നൊക്കെ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, കാത്തിരിക്കേ. അതുപോലുള്ള ഫ്രേസാണ് ഇന്നമാലും ശരിയുശരാ. പക്ഷെ അത് ഏറ്റവും ബ്യൂട്ടി ഞാൻ പറയും ലൈൻ ശക്കരത്തും ലസീദ് എന്നൊക്കെ ആണെന്നില്ല. ഇത് ഈ പറയുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളെന്ന് ആരും ഇന്റർപ്രറ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ. എനിക്ക് തെറ്റുകൾ വരാറുണ്ട്, പക്ഷെ ഇന്ന് ഈ വാക്ക് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താലോ എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇവിടെ പറഞ്ഞതാണത്. നമ്മളെപ്പോഴും അത് നിങ്ങൾ വിഷൻ ബോർഡ് അല്ലെങ്കിൽ കാണുന്ന സ്ഥലത്ത് PMAന്റെ കോട്ടുണ്ടായിരുന്നു എഴുതി വെക്കേണ്ട ഒരു സാധനമാണ്. അത് മാത്രമല്ല, ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കട്ടെ, 5 മിനിറ്റ് നിങ്ങൾ പോലും അറിയാത്ത നമ്മൾ ഓരാന്നൊക്കെ പറയുമല്ലോ, നമ്മൾ വേറെ സ്റ്റേറ്റ് ഓഫ് ലെവലിലേക്ക് എത്തും. ഒരാൾ നമ്മളോട് പറയണ എല്ലാ അവസ്ഥയിലും ലൈൻ ശേഖരത്തും ലസീദ് എന്നക്കും. അത് നമ്മളെ ബന്ധങ്ങളെ വെച്ച് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക, നമ്മളെ ഭൂമിയിലുള്ള കരുണകൾ വെച്ച് ആലോചിച്ച് നോക്കുക, നമ്മളെ പാസ്റ്റ് വെച്ച് ആലോചിച്ച് നോക്കുക. എന്ത് രസമായിരിക്കും അറിയോ. ഇനി നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് അറിയാൻ വരുന്നത്? സോറി. മാഷാ അല്ലാ. അല്ല, ഇതെന്താ അറിയോ, ഇത് നിങ്ങളൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നോ? മിസ്ന വീഡിയോ മോഡിലല്ല കേട്ടോ അത് പറഞ്ഞത്, പക്ഷെ അതിൽ വന്ന വോയിസ് മോഡുലേഷൻ നിങ്ങൾ ആരെ ശ്രദ്ധിച്ചോ? ഐ ആല റബ്ബിക്കുമാ തുകദ്ദിബാൻ അല്ല, ലൈൻ ശക്കർത്തും ലസീദന്നക്കും പറയുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിൽ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ
കുത്തി ഇറക്കുകയാണ്. അത് മീൻസ് അങ്ങനെ നിങ്ങളിപ്പോ വോയിസ് മോഡുലേഷനിൽ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്ന് ഭയങ്കര വേറെന്തോ ഒരു ഈ എന്താ പറയാ എന്തോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഫീല് വന്നതില്ല ഈ ടോക്കിലും. മാഷാ അല്ലാ. എനിക്ക് നിങ്ങൾ പറഞ്ഞല്ലേ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇന്ന് റിപ്പീറ്റ് ചെയ്തിരുന്നു, അത് ഇവിടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു മിസ്റ്റർ. എനിക്ക് എങ്ങനെയാ തോന്നിയത് വേറെ. ഞാൻ പോവാണ്. അതിന്റെ മുമ്പ് മിസ്സിനെ പറഞ്ഞതിനോട് ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ എന്താണ് ലൈൻ ശക്കർത്തും ലസീദന്നക്കും എന്നുള്ളതിനോട് കൂടെ ഞാൻ എപ്പോഴും ചേർത്ത് വായിക്കുന്ന ഒരു കാര്യമാണ് പ്രവാചകരുടെ ഒരു വാക്ക്. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ കാണിക്കും. ഈ നന്ദിയുടെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞാൽ തന്നെയാണ് കൂടെയുള്ള എല്ലാവരോടും. അതാദ്യം സ്വന്തത്തോട് കരുണ കാണിക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ. സ്വന്തത്തോട് കരുണ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സ്വന്തത്തോട് ഒരു ഫോഗീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് ആരോടും നമുക്ക് ഫോഗീവ് ചെയ്യാൻ കഴിയൂല. അതോടൊപ്പം ഈ അള്ളാഹ് റസൂലിനോട് പറയുന്ന, ഖുറാനിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയുമ്പോഴും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ കുൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അതായത് നബി അവർ ഇന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ കുൽ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താളിട്ടോ എന്ന് പറയും. പക്ഷെ റബ്ബിനെ കുറിച്ച് ചോദിക്കുന്നിടത്ത് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ പറയുന്നത്. ഇദാ സഅലക ഇബാദി അന്നി, നബിയെ ആളുകൾ നിങ്ങളോട് ഇന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, പിന്നെ അവിടെ കുൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താളി എന്നൊന്നും അല്ല പറയുന്നത്. നേരെ പറയാണ് ഫഇന്നി ഖരീബ്, ഞാൻ ഓരോ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്നുള്ളതാണ്. എന്നുവെച്ചാല് അത്രയും സ്നേഹത്തിലാണ്. അതിന്റെ ഇടയിൽ ഇനി ഒരു ഗ്യാപ്പ് പോലും പറയാനില്ല. കാരണം ഇന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കാനൊന്നുമില്ല, ഞാൻ പടച്ചവൻ കൂടെയുണ്ട്. നിങ്ങളിപ്പം കയറി ചെല്ലുന്നത് തെറ്റുകളുടെ മഹാപർവ്വതത്തിന്റെ മുകളിലേക്കാണ് എന്നുണ്ടെങ്കിലും അപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു പർവ്വതത്തിന്റെ, ഒരു പൊറുക്കലിന്റെ പർവ്വതമായിട്ട് പടച്ചവൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്ക് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഖേദം, പടച്ചവനെ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നുള്ളൊരു ഒറ്റ തോട്ട് മതിയാകും പടച്ചവൻ നമ്മൾ അതുവരെ ചെയ്തതൊക്കെ പൊരുത്തപ്പെട്ട് തരാന്. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിസ്കരിച്ച് വരുന്ന ഒരാള് തെമ്മാടിയായിട്ടുള്ള ഒരു കള്ള് കുടിച്ച് നടക്കുന്ന ഒരാളെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, എടാ കള്ള് കുടിയാനായ ഈ ഒരിക്കലും സ്വർഗത്ത് കിടക്കൂലടാ, നിസ്കരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അയാൾക്കുള്ള മറുപടി ആയിട്ട് പടച്ചവൻ പറയുന്നുണ്ട് അത്രേ, അയാള് നരകത്തിലേക്ക്, പറഞ്ഞ ആള് നരകത്തിലേക്കും എന്റെ റഹ്മത്തിൽ നിന്ന് എന്റെ ഒരു അടിമയെ ഒഴിവാക്കാൻ ഈ ആരാടാന്ന് ചോദിക്കുന്നുണ്ട് എന്നാ. എന്നുവെച്ചാല് നമ്മൾ ചെയ്യുന്ന എത്ര വലിയ തെറ്റാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്ക് നന്നാവാൻ തോന്നിയേക്കാം. എല്ലാവരും പറയാറുണ്ട് കേടരാണ് നല്ലത് എന്ന് പറയാൻ ഭയങ്കര പണിയാണ്, കേടരാനാണ് എളുപ്പം എന്ന് പറയാറുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ്, നന്നാവാൻ ഒരു പണിയുമില്ല. ഒരു മൊമെന്റിന്റെ ഒരു തീരുമാനം മതി. ആ തീരുമാനം ഒരു പക്ഷെ പടച്ചവനാണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാളെ ഈ കാര്യം ആ മൊമെന്റിൽ അല്പം നന്നാവുക. ഏതായാലും ഇതുവരെ കേട്ടിരുന്നതിന്റെ ഈ ഒരു നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ ഈ ഇരുന്ന് കേട്ടതിന് നമുക്ക് ഉണ്ടാവും. ഇപ്പൊ അതാക്കണം, ഞാനിപ്പോ ഇങ്ങനെ നോക്കിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എത്ര ആളുകൾ ഓൺലൈനിലുണ്ട്. ഞാൻ കയറിയപ്പോൾ 31 ആയിരുന്നു, ഇപ്പൊ 26 ആളുകൾ ഇപ്പോഴും ഓൺലൈനിലുണ്ട്. അതന്നെയാണ് ഈ ആളുകൾ ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ളത്. എന്തായാലും താങ്ക് യു, ഭയങ്കര സന്തോഷം. ഇതില് പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു, ഇന്ന് ക്ലാസ് എടുത്ത ആളത് അടിപൊളിയായിരുന്നു. ഞാൻ അതാണ് ഇവിടെ ഒന്നാമത് ഇങ്ങനെ ഇത്രയും നേരം ഇരിക്കാനുള്ള ഒരു കാരണം. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നത് ഇപ്പോഴും അതിന്റെ ഒരു ഇത് പോയിട്ടില്ല. എന്തായാലും എന്തായിരുന്നു നൗഫലയോ എന്താ പേര് പറഞ്ഞിരുന്നത്? യെസ്, ഓക്കെ. ഏതായാലും സന്തോഷം. അവരേതാ ക്ലാസ് ഏതായാലും വളരെ ഫ്ലുവന്റ് ആയിട്ട് വളരെ ഫ്ലോയിൽ അങ്ങനെ പോയി. ശരിക്കും ഹാർട്ട് ഫെൽറ്റ് ആയിരുന്നു. അതിന്റെ ഇടയിൽ കട്ടായി പോയെങ്കിൽ പോലും ആ ഒരു ഫീൽ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ബാക്കി കണ്ടിന്യൂഷനും കൂടി കിട്ടിയപ്പോൾ ഒരു വലിയൊരു ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ട് മാറി. എന്തായാലും സന്തോഷം. ആദ്യം പറയേണ്ട കാര്യമായിരുന്നു, അവസാനം പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുകയാണ് ക്ലാസ് എടുത്ത ആളോട്. എന്തായാലും സന്തോഷം. നല്ലൊരു ഭാവി എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഞാൻ ഏതായാലും പോവാണ്. അടുത്ത ആഴ്ച സെറ്റ് ആക്കണം നമുക്ക് ഇൻഷാല്ലാ. അല്ല ഇത് വേറൊരു കാര്യം കേട്ടോ, ഇവിടെ ഉള്ള 30 ആള് മാത്രമല്ല ഇത് കാണാം. അത് നമ്മള് മരണശേഷവും ഇതിങ്ങനെ കിടക്കുകയാണ് യൂട്യൂബില്. അപ്പോ എത്ര കാലം ആളുകൾ ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു എൻലൈറ്റ്മെന്റോ എന്തെങ്കിലും ഒരു ചേഞ്ചോ ആരുടെങ്കിലും ഒറ്റ ആളെ മനസ്സിൽ എന്താ സംഭവം, നമ്മളിങ്ങനെ കബറിൽ കിടക്കുമ്പോഴോ ഇപ്പം നമ്മളെ ചാനലില്, ഞാനാണല്ലോ ചാനൽ ടെംപ്റ്റഡ് എന്ന ചാനലില് ആരെങ്കിലും ഇതിങ്ങനെ കണ്ടിട്ട് പടച്ചവനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് ചെറിയൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവന്നാല് അതെല്ലാരും മനസ്സിലാക്കണം. ഈ ട്രെയിനർ ആവുക എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നന്മ
ആർക്കെങ്കിലും നമ്മൾ കാരണം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ കുടുംബത്തില് ഒരാൾക്കല്ല മാറ്റം വരിക. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു കുട്ടിക്കായിരിക്കാം, ഒരു പാരന്റിനായിരിക്കാം, ഒരു സിസ്റ്ററിനായിരിക്കാം, ബ്രദറിനായിരിക്കാം, ഒക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അത് അവര് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുടുംബത്തിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ വരും, സറൗണ്ടിങ്സിൽ മാറ്റങ്ങൾ വരും. ഓട്ടോമേറ്റഡ് ആണത്. അത് മെല്ലെ 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 ഇവര് സ്ഥിരമായിട്ട് നല്ല പ്രാക്ടീസസ് എന്തെങ്കിലും ഒന്ന് മതി, ഒറ്റ കാര്യം മതി, പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആ കുടുംബത്തിലും മുന്നോട്ടുള്ള ജനറേഷനിലും വരെ വരുത്തിയേക്കാം. അതുകൊണ്ട് എന്ത് കാര്യം ഒരാളോട് പറയുന്ന സമയത്തും ഡീൽ ചെയ്യുന്ന സമയത്തും ഓക്കെ ഇലിയാസ്ക, ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച സെറ്റ്. ഏതായാലും അത് ശ്രദ്ധിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോൾ നോഫ് മാം നിങ്ങളാണ് ഇതിന്റെ ഒരു വിത്തിട്ടിട്ടൊന്ന് ഭയങ്കര ഫ്രൂട്ട്ഫുൾ സെഷനും ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻസും ആണ് ഇവിടെ നടന്നത്. അൽഹംദുലില്ലാ. ഇതൊക്കെ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് എങ്ങനെ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില്ല. ഞാൻ സത്യം പറഞ്ഞാല് ഇപ്പൊ മിസ്സിനെ പറഞ്ഞല്ലോ പുട്ടിയോസ് അല്ല ഫസ്റ്റ് എന്നുള്ളത്. ഞാൻ അവിടുന്ന് കോഴിക്കോട് നിന്ന് വന്നിട്ട് ഞാൻ ടോപ്പിക് എന്താ പറയാന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. എനിക്ക് കിട്ടണില്ല. പാസ് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ടോപ്പിക് കിട്ടാതെ നിസ്കരിക്കാനും സമാധാനം ഇല്ല. ഇങ്ങനെ ഇരിക്കാം. പിന്നെയാണ് എന്തായാലും നിസ്കരിക്കാം. അപ്പൊ ഏകദേശം 5:30 ആയിട്ടുണ്ട്. 5:30 കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്നും മടിച്ച് എന്തായാലും നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക പഠിച്ചത് എന്താ ടോപ്പിക്. അപ്പൊ എന്തായാലും സോള് ഞാൻ അന്നൊരു കോഴ്സ് പറഞ്ഞിരുന്നല്ലോ വിജയൻ സാറിന്റെ, ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒന്ന് നമ്മുടെ ടീമിലുള്ള ഒരു കോഴ്സ് എന്താണെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ റിയാസ് സാർ അതുപോലെ റൈസ് അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഈ ടോപ്പിക് കിട്ടുന്നത്. ഇത് കിട്ടിയതിനു ശേഷം ഞാൻ നമ്മുടെ യൂണിക്നെസിന്റെ ചാനലിൽ നോക്കി, യൂട്യൂബ് ചാനൽ ഓരോരുത്തരുടെ വീഡിയോസ് എത്ര ദിവസം ഉണ്ട്, അല്ല എത്ര സമയമുണ്ട്, ഡ്യൂറേഷൻ നോക്കി. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകും. ഇത്ര സമയമെങ്കിലും ഇപ്പൊ ഇത് വേണമല്ലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ആയിരിക്കും ഏറ്റവും ലെങ്ത് ആയിട്ട് വരികയെന്ന് ഇന്നത്തെ സെഷൻ. എങ്ങനെ ഇപ്പൊ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമായി. ഞാന് ഇനിയിപ്പോ ട്രെയിനിങ് വേണ്ട എന്ന് വിചാരിക്കും. ഇപ്പത്തെ ഈ ഫ്ലോയിലനുസരിച്ച് ടീച്ചിങ്ങും ഇതൊക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ റീസ്റ്റാർട്ട് തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് ഒന്നും കൂടെ പോവാം. ശരിക്കും എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാന്നുള്ള രീതിയിൽ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് കംപ്ലീറ്റ് ഫോക്കസ് മാറ്റിയിരിക്കാം. അപ്പൊ മജിദ് സാറ് വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും വന്നത്. ഒരുപാട് സന്തോഷം. ഇല്ലല്ല, ഞാനിപ്പോ വിശ്വസിക്കുന്നത് ഞാൻ വിളിച്ചതല്ലേ, എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഇത് കേൾക്കാൻ പോകുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടും എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. കാരണം സത്യട്ടോ, കാരണം നമ്മളിന്ന് അഫ്സൽ സാർ പെട്ടതാണ് വേറൊരു മീറ്റിംഗ്. സ്റ്റുഡന്റിന്റെ പേര് പറഞ്ഞു നിന്നോട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ, പൊതുവേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോലുണ്ട്. അപ്പൊ ഞാൻ അഫ്സൽ സാറോട് പറഞ്ഞു ഇങ്ങനെ ഒരാളും കൂടെ പറഞ്ഞില്ലേന്നോന്ന്. മറ്റേ പഠിച്ചോ തട്ടിങ്ങളിലേക്ക് എത്തിക്കായിരുന്നു ഇന്നത്തെ സെഷന്. മാഷാ അല്ലാ. അത് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും. ഇപ്പൊ ഈ സോൾ കണക്ഷൻ പറഞ്ഞ പോലെ ഇലിയാസ് സാർ പറഞ്ഞ ആ ഒരു വേർഡ് എനിക്കറിയില്ല, ആലമുൽ അർവാഹ് അറിയില്ല. നമ്മൾ സോൾ കിങ്ഡം എന്ന് പറയും. ഒരേ ഫ്രീക്വൻസിയുള്ള സോൾസ് എല്ലാം ആ ഒരു സോൾ കിങ്ഡത്തിൽ വരും എന്നുള്ളത്. അതുപോലെ നമ്മളൊക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കിങ്ഡത്തിൽ പെട്ടവരായിരിക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല. എല്ലാരും ഒരു അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് പറയാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരിക്കും നേരത്തെ ഇല്യാസ്ക പറഞ്ഞല്ലോ, എന്തെങ്കിലും ചെറിയൊരു പടച്ചോന്റെ ഒരു കരുണ, ആ റഹ്മാനു റഹീം എന്ന് പറയുമ്പോ പരമ കാരുണികനും കരുണാനിധിയും നമ്മളോടും എല്ലാ മനുഷ്യന്മാരോടും എല്ലാ ജീവജാലങ്ങളോടും കരുണയുടെ, നമ്മളുടെ ഉമ്മനെക്കാട്ടിലും കൂടുതൽ കരുണ പടച്ചോനെ നമ്മളോട് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നമ്മൾ സ്വർഗത്ത് പോയിക്കോളൊന്നുമില്ല. പക്ഷെ പടച്ചോന്റെ കരുണയിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാണ്ടല്ലോ ചിലപ്പോ നമ്മൾ പോയേക്കാം. നമ്മൾ ഈ കേട്ടിട്ടില്ല, ഈ നായക്ക് വെള്ളം കൊടുത്ത സ്ത്രീ സ്വർഗത്ത് പോയി. ഇതേപോലെ തന്നെയാണ് ചിലപ്പോ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു റീലിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു നോട്ട്. എന്താ വെച്ചാല് ഒരു ദിവസം ഇങ്ങനെ രാവിലെ എണീച്ച് വാഷ്റൂം പോയ സമയത്ത് നമ്മള് ഈ വാഷ് ബേസിൻ ഉണ്ടാവല്ലോ, പല്ലേക്കുന്ന വാഷ് ബേസിന്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് എറുമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തുറന്നിട്ട് എറുമ്പുകൾ അത് ഒലിച്ചങ്ങ് പോകും വെള്ളത്തില്. അപ്പോ ഞാൻ പല്ലൊക്കെ തേച്ച് വന്ന് നിസ്കരിക്കാൻ പറയും. പക്ഷെ എനിക്ക് കുറച്ചോനെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവല്ലോ ഒരു റൂഹ്. ഈ എറുമ്പിന്റെ മനുഷ്യന്മാരെ പോലെയും മറ്റുള്ള ജീവജാലങ്ങളെ പോലെയും മറ്റുള്ള എന്താണ് മരങ്ങളെ പോലെയും ഒക്കെ ഈ എറുമ്പുകളുടെ ഉള്ളിൽ റൂഹ് ഉണ്ടാവില്ലേ?
അപ്പൊ നമ്മൾ അറിയക്കുള്ള വെറുതെ ആയിട്ടുള്ള കൊന്നു കഴിഞ്ഞാല് ശരിക്കും റൂഹിനെ കൊന്നിട്ടല്ലേ ഞാൻ നിസ്കരിക്കാൻ പോവാ? ദാറ്റ് മീൻസ് റൂഹിനെ പറഞ്ഞയച്ചിട്ടല്ലേ? അങ്ങനെ ആലോചിച്ചു പഠിച്ചോനെ, ചിലപ്പോ ഈ ഈ എറുമ്പുകളെ രക്ഷിച്ചത് ഈ നായേനെ രക്ഷിച്ച പോലെ തന്നെയുള്ള സംഭവമല്ലേ നമ്മള് കൊല്ലാതിരുന്ന് രക്ഷിക്കുന്നതും. അപ്പൊ അതിങ്ങനെ ആലോചിച്ചപ്പോ ഇപ്പൊ അതിന് ശേഷം ഞാന് ചില സമയത്ത് വെള്ളത്തിലൊക്കെ ഇങ്ങനെ അടുക്കളയിലോ അല്ലെങ്കിൽ കിച്ചണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ വെള്ളത്തിലൊക്കെ കുടുങ്ങി കിടക്കുന്ന എറുമ്പുകളൊക്കെ ഉണ്ടാവും. അതിനെ മെല്ലെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് പുറത്തേക്ക് ഇടും. അപ്പൊ ഞാൻ പഠിച്ചോനെ എതിക്കുന്നല്ലേ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ശരിക്കും ഇത് ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇവിടെ റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും പറയണം തോന്നി പറഞ്ഞതല്ലേ. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷ്മത പാലിക്കുക. പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കുറെ തെറ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര സെറ്റപ്പ് ഒന്നുമല്ല. പക്ഷെ എന്നാലും ചെറിയ ചെറിയ കരുണ കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും രക്ഷപ്പെടട്ടെ, ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ഉണ്ടോ മിസ്ന? ഇതിനെ കുറിച്ചൊക്കെ മിസ്നെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒഴുകും. മിസ്ന എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജിന്നാണ് പഹൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ചിന്തിപ്പിച്ചു. താങ്ക് യു. അങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യാന്നാല്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പറയാനുള്ളവരുണ്ടോ അതുപോലെ എന്തെങ്കിലും കണക്ട് ചെയ്യുന്നവര്? മിസ്നയുടെ സെഷൻ മിസ്ന ആയത്തിന്റെ ഒരു ബാക്കി ഭാഗവും കൂടി ഉണ്ട്, അത് കേട്ടിട്ടുണ്ടാ? ഇഫ് യു ആർ ഗ്രേറ്റ് ഏതിന്റെ ആയിരുന്നു? ലൈൻ ഷക്കർത്തും ലസീദന്നക്കും. ആയത്ത് വലയിൻ കഫർത്തും അദാബിൽ ആ ഷദീദ്. അതും കൂടി ഉണ്ട്. അതാണ് നമ്മൾ നന്ദി കെട്ടവരായി പോയാലോ. അപ്പൊ ഈ അറിവുകളൊക്കെ കിട്ടിയിട്ട് എത്തിച്ചു കൊടുക്കണമല്ലോ. മിസ്ന മാമിന്റെ ഒരു സെക്ഷനും കൂടി ആവാം സാറേ ഈ സോൾ. വരും. മിസ്ന സെഷൻ ഇടക്കിടക്ക് വരലുണ്ട്, ഇനിയും വരികയും ചെയ്യും. നമ്മളെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഒരു 4-5 സെഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ മിസ്ന? 6 അയക്കൂല ചിലപ്പോ, അത് കൂടുതൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. പിന്നെ അതേപോലെ ഇത് പറഞ്ഞപ്പോഴാണ് നിസ്കാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയൊക്കെ അലൈൻഡ് ആയിക്കോളും എന്ന് പറഞ്ഞല്ലോ. ഇത് അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ഡെയിലി ഹാബിറ്റുകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാരെ പരസ്യം എന്നാൽ പറയണല്ലോ, നമ്മളൊരു പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ യുണീക്നെസ് ഹാബിറ്റ്സ് ബുക്ക് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി, മൈൻഡ്, ബ്രെയിന്, സോള് ഈ 4 ലെവലിലുള്ള മാർക്കറ്റിംഗ്, അതെ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടാവും കുറച്ചൊക്കെ, പിന്നെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അതോടെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പൊ അത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇപ്പം കോച്ചസ് ആയിക്കോട്ടെ, ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വൈറൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. 2ാമത്തെ ബാച്ച് ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് ഈ ഞായറാഴ്ച, നാളല്ല അടുത്ത ഞായറാഴ്ച 18-ാം തീയതി കോഴിക്കോട് ഓഷ്യൻ ഹോട്ടലിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം, പിന്നെ ബുക്ക് ഉണ്ട്, അതേപോലെ യൂണിക്നെസ് കോഡ്, എല്ലാം കൂടി പറയണ്ട. ഏതായാലും ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യാം. താഴെ കൊടുത്തിട്ടുള്ള നമ്പർ 8137023966 മിസ്സിന്റെ നമ്പറാണ്, നമ്മുടെ ടീം ലീഡറിന്റെ നമ്പറാണ്. 8137023966. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട വിഷ്ണ? സെറ്റ് അല്ലേ? ഇല്ല സെറ്റാ. നല്ല വൈൻഡ് ചെയ്യല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓക്കെ, പറയാം. ഗുഡ് നൈറ്റ്. ആരെങ്കിലും ഒന്നുമില്ലല്ലോ? ഭയങ്കരമായിട്ട് പറഞ്ഞാൽ മതിയിരുന്നു എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ പറയാം. ഒന്ന് പറയാനുണ്ട്. മിസ്ന സൂപ്പർ ആട്ടോ. ഇതുവരെ കണ്ട മിസ്ന അല്ല ഇന്ന് കണ്ടത്. ഞാൻ എല്ലാ ദിവസവും കാണുന്നല്ലേ ഓൺലൈനിൽ. ഞാന് ഏത് സമയത്തും എന്തെങ്കിലും
സ്റ്റക്നെസ് എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നാൽ ഞാൻ മിസ്സിനോട് ചോദിക്കില്ല. എന്നെക്കാട്ടും ഒരു 10-11 വയസ്സ് ചെറുതാണ്, പക്ഷെ ഞാൻ ഡൗട്ടൊക്കെ ചോദിക്കില്ല മിസ്സിനോട്. അത് അത് അവിടെ നിന്ന് ഇങ്ങനെ വരും. സാറേ ഇങ്ങനെ ചെയ്തോളിട്ടോ, സെറ്റ് ആയിരിക്കും. അതാണ് മാഷാഅല്ലാ. അത് പഠിച്ചോന്ന് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർക്ക് ഭയങ്കര ഓറായിരിക്കും. മാഷാഅല്ലാ. നിങ്ങൾ ആരും കണ്ണു കെല്ലിയേ നിസും മുകളിലായി ഫത്തും കരി എന്ന് പറയില്ലരും. മാഷാഅല്ലാ. ഓക്കെ ബൈ ബൈ, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. താങ്ക് യു. മിസ്സിനെ ഇത് ഓഫ് ആയിക്കോളെ, മറ്റേ റെക്കോർഡിംഗ് ഓഫ് ആയിക്കോളെ. ഓക്കെ.